ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവ് കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. 3 പേര് എത്തിയിട്ടുള്ളൂ. ഒരു മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അഞ്ജലി ഗുഡ് മോർണിംഗ്. സൗണ്ട് ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ മറ്റ് ചില ആസ്പെക്ട്സാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ് പ്രൂഫോ അല്ലെങ്കിൽ കുറേ ഡെറിവേഷൻസോ ഒന്നും ഉണ്ടാവില്ല. ശില്പ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചതാണ്, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഡിഗ്രിക്ക് ക്വാണ്ടം മെക്കാനിക്സിൽ നിങ്ങളെ സിലബസിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ബേസറിൽ കുറച്ച് ഡിസ്ക്രിപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ആംഗുലാർ മൊമെൻറ്റത്തെക്കുറിച്ച്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ക്ലാസ്. ഇപ്പോൾ കുറച്ച് കൺസെപ്റ്റ്സ് ആണ് പറയുന്നത്. ഈ പറയുന്ന കൺസെപ്റ്റ് സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്ത ചില ഡെറിവേഷൻസ് ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അതല്ലെങ്കിൽ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് ആ ഡെറിവേഷൻസും അതിൻ്റെ പ്രൂഫും ചെയ്തിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഒരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ആംഗുലാർ മൊമെൻറ്റം പ്ലേസ് വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഫിസിക്സ് ബിക്കോസ് ഇറ്റ് ഈസ് എ കൺസേർവ്ഡ് ക്വാണ്ടിറ്റി. Conserved quantities are those quantity which are constant as the system evolves until and unless some external force acting upon that system. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പ്ലാനറ്ററി മോഷൻ എടുക്കാം. ഓക്കെ, ഞാൻ പലപ്പോഴും ഈ ക്ലാസ്സിൽ എന്ത് ചെയ്യും, പ്ലാനറ്ററി മോഷനുമായിട്ട് നമ്മുടെ ആറ്റോമിക് മോഷൻ, അതായത് ഇലക്ട്രോണിൻ്റെ മോഷൻ എന്ത് ചെയ്യും, ഞാൻ കമ്പയർ ചെയ്യും. അല്ലെങ്കിൽ പ്ലാനറ്ററി മോഷനെ ഒരു അനാലജി ആയിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യും, ഞാനിവിടെ ഡിസ്കസ് ചെയ്യും. അത് കൺവീനിയൻസിന് വേണ്ടി മാത്രമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. കാരണം എന്താ വെച്ചാൽ ആറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റമാണ്. അതിൻ്റെ ബിഹേവിയർ ക്ലാസിക്കൽ സിസ്റ്റമായിട്ട് എങ്ങനെയാണ്, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ അങ്ങനെ പറയുന്നത്. അതിനെ അങ്ങനെ എടുക്കുക, അതിനെ അങ്ങനെ എന്ത് ചെയ്യരുത്, മനസ്സിൽ അങ്ങനെ എന്ത് ചെയ്യരുത്, കുറിച്ച് വെക്കരുത്. ഓക്കെ, ആക്ച്വലി നമ്മൾ ഈ പറയുന്ന പോലെ ഇലക്ട്രോൺ ആറ്റത്തിന് ചുറ്റും കറങ്ങുകയാണെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് പറയാനൊന്നും കഴിയില്ല. ഓക്കെ, നമുക്ക് ഇലക്ട്രോണിനെ കാണാൻ കഴിയുന്ന ഒരു പ്രൊബബിലിറ്റി ഉള്ള ഒരു, നമ്മൾ ചെറിയ ക്ലാസ്സിലാണ് ഈ ഓർബിറ്റ് എന്നൊക്കെ പറയാം. പിന്നെ നമ്മൾ ഓർബിറ്റൽസ് എന്നാണ് പറയുക. ഇലക്ട്രോണിനെ കാണാൻ സാധ്യതയുള്ള ചില സ്ഥലങ്ങൾ, അതിനെ നമ്മൾ എന്ത് വിളിക്കും, ഓർബിറ്റൽസ് എന്ന് വിളിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് ഈ പ്ലാനറ്ററി മോഷനുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ അത് എക്സാക്ട്ലി എന്തല്ല, കറക്റ്റല്ല. നമ്മുടെ കൺവീനിയൻസിനും നമുക്ക് ഇമാജിൻ ചെയ്യാൻ എളുപ്പത്തിനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്ലാനറ്ററി മോഷൻ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ സണ്ണിന് ചുറ്റും എർത്ത് മൂവ് ചെയ്യുന്ന, റിവോൾവ് ചെയ്യുന്ന ആ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ, ആ എർത്തിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നുമില്ല. എക്സ്റ്റേണൽ ടോർക്ക് എന്ത് ചെയ്യുന്നില്ല, ഒന്നും ആക്ട് ചെയ്യുന്നില്ല. എക്സ്റ്റേണൽ ടോർക്ക് ഒന്നും ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ ആംഗുലാർ മൊമെൻറ്റ് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമുക്കറിയാം എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ലീനിയർ മൊമെൻറ്റ് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമുക്കറിയാം എഫ് ഇസ് ഈക്വൽ ടു dp/dt. Rate of change of linear momentum with respect to time is directly proportional to force. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ. അപ്പോൾ നമുക്കറിയാം എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ പി എന്തായിരിക്കണം, കോൺസ്റ്റൻ്റ് ആയിരിക്കണം.
കാരണം ഫസ്റ്റ് ഡെറിവേറ്റീവ് എപ്പോഴാണ് 0 ആവുക? ആ ടേം കോൺസ്റ്റൻ്റ് ആവുന്ന സമയത്താണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് പറയാൻ പറ്റും ആംഗുലർ മൊമെൻറ്റം dl/dt എന്ത് നമ്മൾ പറയാം? ടോർക്ക് എന്ന് പറയാം. എക്സ്റ്റേണൽ ടോർക്ക് 0 ആണെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ പ്ലാനറ്ററി മോഷൻ്റെ കേസിൽ ആംഗുലാർ മൊമെൻറ്റം എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. കാരണം ഭൂമിക്ക് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. ഇതേ കേസിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു ആറ്റത്തിൻ്റെ ഉള്ളിൽ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇലക്ട്രോണിന് എന്ത് ചെയ്യുന്നില്ല, എക്സ്റ്റേണൽ ഫോഴ്സസ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആംഗുലാർ മൊമെൻറ്റം എങ്ങനെയായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റം കൺസേർവ്ഡ് ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ഈ ആംഗുലാർ മൊമെൻറ്റം പ്ലേസ് വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഫിസിക്സ്. ഓക്കെ. അപ്പോൾ whenever a body in a rotational motion with respect to an axis, then there is a physical quantity is called angular momentum, which associated with that rotation remains constant until and unless some external torque acting upon the system. അതായത് ഒരു റൊട്ടേഷണൽ മോഷൻ, ഒരു ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ഒരു റൊട്ടേഷണൽ മോഷൻ്റെ കേസിൽ എക്സ്റ്റേണൽ ടോർക്ക് 0 ആണെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം എങ്ങനെയായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമുക്കറിയാം പ്ലാനറ്ററി മോഷൻ്റെ കേസിൽ ആംഗുലാർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കെപ്ലറുടെ കുറച്ച് ലോസൊക്കെ ഉണ്ട്. ഇപ്പോൾ ലോ ഓഫ് ഏരിയ എന്ന് പറയുന്നത് ദ പ്ലാനറ്റ് വിൽ കവർ ഈക്വൽ ഏരിയ ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം. ഓക്കെ. അത് ഈ ആംഗുലാർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ആ ലോ പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ക്ലാസിക്കൽ മെക്കാനിക്സിൽ മാത്രമല്ല ആംഗുലാർ മൊമെൻറ്റത്തിന് സിഗ്നിഫിക്കൻസ് ഉള്ളത്, ക്വാണ്ടം മെക്കാനിക്സിലും എന്ത് ചെയ്യുന്നുണ്ട്, ആംഗുലാർ മൊമെൻറ്റം ഹാവ് ഹ്യൂജ് സിഗ്നിഫിക്കൻസ്. അപ്പോൾ ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന സമയത്ത് ആ ഇലക്ട്രോൺ പൊസസ് സം കൈൻഡ് ഓഫ് ആംഗുലാർ മൊമെൻറ്റം. അപ്പോൾ ഈ ആംഗുലാർ മൊമെൻറ്റം എന്തായിരിക്കും? ഒരു കൺസേർവ്ഡ് ക്വാണ്ടിറ്റി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെന്തുണ്ട്, പല ഇമ്പോർട്ടൻസ് റോളും ഉണ്ട്. ഇനി 2 തരം ആംഗുലാർ മൊമെൻ്റ് ആണുള്ളത്. ഒന്ന് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം, മറ്റൊന്ന് സ്പിൻ ആംഗുലാർ മൊമെൻറ്റം. അപ്പോൾ നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിൽ 2 തരം ആംഗുലാർ മൊമെൻ്റ് ഉണ്ട്. ഒന്ന് ആംഗുലാർ മൊമെൻറ്റം, അതായത് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം, മറ്റൊന്ന് സ്പിൻ ആംഗുലാർ മൊമെൻറ്റം. ഈ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റും ക്വാണ്ടൈസ്ഡ് ആണ്, അതുപോലെ സ്പിൻ ആംഗുലാർ മൊമെൻറ്റവും ക്വാണ്ടൈസ്ഡ് ആണ്. ഈ ഒരു കൺസെപ്റ്റ് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കും. നിങ്ങൾ പണ്ടത്തെ കാലത്ത്, അതായത് ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ബേസർ കറക്റ്റായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ വലിയ കൺഫ്യൂഷനൊന്നും ഉണ്ടാവില്ല. എന്നാലും ശ്രദ്ധിക്കുക, ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് ക്വാണ്ടൈസ്ഡ് ആണ്, അതുപോലെ തന്നെ അതിൻ്റെ ഡയറക്ഷനും ക്വാണ്ടൈസ്ഡ് ആണ്. സ്പിൻ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷനും ക്വാണ്ടൈസ്ഡ് ആണ്, മാഗ്നിറ്റ്യൂഡും ക്വാണ്ടൈസ്ഡ് ആണ്. അപ്പോൾ ബോത്ത് ദ കേസ് യു ഹാവ് ക്വാണ്ടൈസേഷൻ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലാർ മൊമെൻറ്റം ആസ് വെൽ ആസ് ക്വാണ്ടൈസേഷൻ ഓഫ് ഡയറക്ഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. ഓക്കെ. അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഓക്കെ. മാഗ്നിറ്റ്യൂഡ് ക്വാണ്ടൈസ്ഡ് ആണ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ക്വാണ്ടൈസ്ഡ് ആണ്. പക്ഷേ നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ ക്വാണ്ടൈസ്ഡ് ആണെന്ന് പറയുമ്പോൾ പലപ്പോഴും എന്തുണ്ടാക്കും, കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഓക്കെ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് അതാണ്. അതിന് മുന്നേ ആംഗുലാർ മൊമെൻറ്റത്തെക്കുറിച്ച് ഒരു ചെറിയ ധാരണ കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുകയാണ്, ഒരു പ്ലാനറ്ററി മോഷൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണ്, ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ എടുക്കുകയാണ്. ക്ലാസിക്കൽ എക്സാമ്പിൾ എടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും, ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വരും. ഓക്കെ. അപ്പോൾ ഞാൻ കുറച്ച് ഫിഗറൊക്കെ ഇവിടെ ആദ്യം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫിഗർ ഞാൻ എന്ത് ചെയ്യാണ്, ഇങ്ങോട്ടേക്ക് എടുക്കുകയാണ്. കട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പ്ലാനറ്ററി മോഷൻ്റെ എക്സാമ്പിളാണ് പറയുന്നത്. അതിൽ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഡയഗ്രാം എന്ത് ചെയ്യുക, ആദ്യം ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സണ്ണിന് ചുറ്റും എർത്ത് റിവോൾവ് ചെയ്യുന്ന ഒരു പിക്ചറാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ സണ്ണിന് ചുറ്റുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എർത്ത് റിവോൾവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റിവോൾവ് ചെയ്യുമ്പോൾ റിവോൾവ് ചെയ്യുന്ന പ്ലെയിനാണിത്. ഇത് റിവോൾവ് ചെയ്യുന്ന പ്ലെയിനാണ്. ആ റിവോൾവ് ചെയ്യുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആരുണ്ടാവില്ലേ, ആംഗുലാർ മൊമെൻ്റ് ഉണ്ടാവില്ലേ. ശരിക്കും ശ്രദ്ധിക്കുക കേട്ടോ.
സണ്ണിന് ചുറ്റും എർത്ത് റിവോൾവ് ചെയ്യുന്ന സമയത്ത് ആ റിവോൾവ് ചെയ്യുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആരുണ്ടാകുക, ആംഗുലാർ മൊമെൻ്റ് ഉണ്ടാകുക. ഈ ബ്ലൂ ആരോ കാണിക്കുന്നത് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷനാണ്. ആംഗുലാർ മൊമെൻറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊമെൻറ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റമാണ്. മൊമെൻറ്റം ഓഫ് അല്ല, മൊമെൻറ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റം. അതായത് ലീനിയർ മൊമെൻറ്റം ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയുക, ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുക. അപ്പോൾ വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, രണ്ടും എന്താണ്, വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ആർ എന്ന് പറഞ്ഞാൽ പൊസിഷൻ വെക്റ്റർ, പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീനിയർ മൊമെൻറ്റം. അതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആരുണ്ടാകല്, ആംഗുലാർ മൊമെൻ്റ് ഉണ്ടാകല്. സർക്കുലർ മോഷൻ ആയതുകൊണ്ട് തന്നെ ലീനിയർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ലീനിയർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ആയിരിക്കും. ലീനിയർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആ മോഷൻ്റെ ഓരോ പോയിന്റിലും ടാൻജൻഷ്യലായിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പോയിന്റിലാണെങ്കിൽ ഇങ്ങോട്ട്, ഈ പോയിന്റിലാണെങ്കിൽ ഇങ്ങോട്ട്, അങ്ങനെ ആ ഓരോ പോയിന്റിലും ടാൻജൻഷ്യലായിട്ടായിരിക്കും ആരുണ്ടാകല്, ലീനിയർ വെലോസിറ്റി ഉണ്ടാകല്. അപ്പോൾ ലീനിയർ വെലോസിറ്റിൻ്റെ ഡയറക്ഷനിലായിരിക്കും ആരുണ്ടാകുക, ലീനിയർ മൂവ്മെൻറ്റ് ഉണ്ടാകുക. അപ്പോൾ ലീനിയർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഈ സർക്കുലാർ ഓർബിറ്റിന് അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ ഓർബിറ്റിൻ്റെ ടാൻജൻഷ്യൽ ഡയറക്ഷൻ. ഇനി ആറ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മൾ വരക്കുന്ന പൊസിഷൻ വെക്ടർ, അതാണ് എന്ത്, ആറ്. അപ്പോൾ ആറിനും ആ പ്ലെയിനിനും പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും ഡയറക്ഷൻ, ഈ ഡയറക്ഷൻ ആയിരിക്കും. അങ്ങനെയാണ് ആരുണ്ടാകല്, ആംഗുലാർ മൊമെൻറ്റം ഉണ്ടാവാറ്. അപ്പോൾ നമ്മൾ പ്ലാനറ്ററി മോഷൻ്റെ കേസിൽ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാഗ്നിറ്റ്യൂഡ് പറയാൻ പറ്റും. മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു ആർ ക്രോസ് പി. അപ്പോൾ ആർ ക്രോസ് പി ആണ് എന്ത്, ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, അപ്പോൾ ആർ എന്ന് പറഞ്ഞാൽ പൊസിഷൻ വെക്ടർ ഓഫ് എർത്ത് ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീനിയർ മൊമെൻറ്റം ഓഫ് ദ എർത്ത്. ആംഗുലാർ മൊമെൻറ്റം ഹാസ് ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ മോഷൻ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് പ്ലെയിൻ ഓഫ് മോഷനാണ്. പ്ലെയിൻ ഓഫ് മോഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആരുണ്ടാകല്, ആംഗുലാർ മൊമെൻറ്റം ഉണ്ടായിരിക്കല്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഫിഗർ ശ്രദ്ധിക്കാം. മാഗ്നിറ്റ്യൂഡ് ആർ ക്രോസ് പി ആണ്. അതിൽ ലീനിയർ വെലോസിറ്റി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കൂടും, പി കൂടും. പി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കൂടും, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള രണ്ട് സാധ്യതകളാണ്. ഒന്ന് പി ഇൻക്രീസ് ചെയ്യാം, മറ്റൊന്ന് ആർ ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, ആർ ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എന്താ പറയുക, റേഡിയസ് കൂടുക. ഓക്കെ, അപ്പോൾ ഈ റേഡിയസ് കൂടിക്കഴിഞ്ഞാൽ വലിയ ഓർബിറ്റിലാണ് പ്ലാനറ്റ് കറങ്ങുന്നത് എന്നുണ്ടെങ്കിൽ അതിനെന്ത് കൂടുതലായിരിക്കും, ആംഗുലാർ മൊമെൻറ്റത്തിന് മാഗ്നിറ്റ്യൂഡ് കൂടുതലായിരിക്കും. കൂടുതൽ വെലോസിറ്റിയിലാണ് ഇത് കറങ്ങുന്നത് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടുതലായിരിക്കും. അപ്പോൾ ആറും പിയും ആണ് എന്ത് ചെയ്യുന്നത്, എല്ലിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ സ്വാധീനിക്കുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, പ്ലാനറ്ററി മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേവലം സണ്ണും എർത്തും മാത്രമല്ല, സണ്ണിന് ചുറ്റും മറ്റ് പല പ്ലാനറ്റ്സും എന്ത് ചെയ്യുന്നുണ്ട്, റിവോൾവ് ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ മറ്റു പല സ്റ്റാർസിന് ചുറ്റും മറ്റു പല പ്ലാനറ്റ്സും എന്ത് ചെയ്യുന്നുണ്ട്, റിവോൾവ് ചെയ്യുന്നുണ്ട്. ഈ എല്ലാ പ്ലാനറ്റ്സിനും ഒരേ വെലോസിറ്റി അല്ല, ഓരോ പ്ലാനറ്റും എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ വെലോസിറ്റിയിലാണ് എന്ത് ചെയ്യുന്നത്, കറങ്ങുന്നത്. ഇപ്പോൾ എർത്തിൻ്റെ കേസിലാണെങ്കിൽ ഏകദേശം 365 ദിവസം എടുക്കും ഈ ഒരു കറക്കം എന്ത് ചെയ്യാൻ, പൂർത്തിയാക്കാൻ. ഓക്കെ, മറ്റ് പല പ്ലാനറ്റിലും എന്താണ്, ഇത് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ പ്ലാനറ്ററി മോഷൻ്റെ കേസിൽ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡിൽ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഓക്കെ, ഭൂമിക്കും ചിലപ്പോൾ എന്ത് ചെയ്യാം, ഭാവിയിൽ സ്പീഡ് കൂടെ കുറേയൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ പോസിബിളാണ്. ഓക്കെ, കൂടും എന്നല്ല ഞാൻ പറഞ്ഞത്, വേണമെങ്കിൽ അത് ചെയ്യാം, പോസിബിളാണ്. ഓക്കെ, അപ്പോൾ പ്ലാനറ്ററി മോഷൻ്റെ കേസിൽ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡിന് ഏത് വാല്യൂ എന്താണ്, പോസിബിളാണ്. ഇറ്റ് ക്യാൻ ടേക്ക് കണ്ടിന്യൂസ് റേഞ്ച് ഓഫ് വാല്യൂ. അവിടെ ഒരു ക്വാണ്ടൈസേഷൻ ഒന്നുമില്ല. ഓക്കെ, ഇനി ഡയറക്ഷൻ്റെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ സണ്ണുണ്ട്, സണ്ണിന് ചുറ്റും ഇങ്ങനൊരു പ്ലെയിനിലാണ് എർത്ത് കറങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ആ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും, ആ പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ട് ഈ ഡയറക്ഷനിലായിരിക്കും ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, ഞാൻ പറഞ്ഞത് പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. പ്ലെയിനിന് കറങ്ങുന്ന പ്ലെയിൻ ഏതാണോ ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എന്ത്, ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പ്ലാനറ്ററി മോഷൻ എടുക്കുന്ന സമയത്ത് എല്ലാ പ്ലാനറ്റും ഒരേ പ്ലെയിനിൽ തന്നെ കറങ്ങിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. പല പ്ലാനറ്റും എന്തായിരിക്കും, പല പ്ലെയിനിലായിരിക്കും കറങ്ങുന്നത്. അത് മനസ്സിലാക്കാനാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഒരു ഡയഗ്രം എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഓർബിറ്റൽ മോഷൻ്റെ ഒരു കേസ് എടുക്കുക. ഇപ്പോൾ ഇവിടെ സണ്ണിന് ചുറ്റും ഒരു കോമറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കറങ്ങുന്നുണ്ട്. ആ കറങ്ങുന്ന ഡയറക്ഷൻ നോക്കൂ, മറ്റൊരു പ്ലെയിനിലാണ്. അപ്പോൾ സണ്ണിന് ചുറ്റും പല പാർട്ടിക്കിളും എന്ത് ചെയ്യുന്നുണ്ട്, പല പ്ലെയിനിലും എന്ത് ചെയ്യുന്നുണ്ട്, കറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പ്ലാനറ്ററി മോഷനിൽ
ഇന്ന ഡയറക്ഷൻ തന്നെ ഇന്ന പ്ലെയിനിൽ തന്നെ പ്ലാനറ്റ്സ് കറങ്ങിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. ദേ ക്യാൻ ടേക്ക് കണ്ടിന്യൂസ് റേഞ്ച് ഓഫ് വാല്യൂസ്. ഏത് പ്ലെയിനിലും കറങ്ങാൻ എന്താണ് അവർക്ക് കഴിയും. അപ്പോൾ നമ്മൾ പറഞ്ഞത് പ്ലാനറ്ററി മോഷൻ്റെ കേസിൽ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് ക്വാണ്ടൈസ്ഡ് അല്ല, അതുപോലെ തന്നെ ഡയറക്ഷനും ക്വാണ്ടൈസ്ഡ് അല്ല. അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദേ ക്യാൻ ടേക്ക് എനി വാല്യൂസ്. ഓക്കെ, എനി കണ്ടിന്യൂസ് റേഞ്ച് ഓഫ് വാല്യൂസ്. ഇനി അതുപോലെ തന്നെ ഈ പ്ലാനറ്ററി മോഷൻ്റെ കേസിൽ അപ്പാർട്ട് ഫ്രം റെവല്യൂഷൻ എർത്ത് ഹാസ് റൊട്ടേഷൻ. എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഇതാ ഈ ഡയറക്ഷനിൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളതിന് പറയും അതിനൊരു ആംഗുലാർ മൊമെൻ്റ് ഉണ്ടാകും. റൊട്ടേഷൻ കൊണ്ട് എന്ത് ചെയ്യും? ഒരു ആംഗുലാർ മൊമെൻ്റ് ഉണ്ടാകും. ആംഗുലാർ മൊമെൻ്റത്തെ നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക? നമ്മൾ പറയുക. അപ്പോൾ ആ ആംഗുലാർ മൊമെൻ്റത്തെ ഞാൻ എസ് എന്ന് വിളിച്ചു. ഓക്കെ, അതായത് L=I ഒമേഗ എന്നാണ് നിങ്ങൾ +2 പഠിച്ചിട്ടുള്ളത്. ഇവിടെ ഈ സ്പിന്ന് കാരണമുള്ള ആംഗുലാർ മൊമെൻ്റ് ആയതുകൊണ്ട് ഞാൻ എന്ത് വിളിച്ചു? L എന്ന് വിളിച്ചില്ല, ഒരു പുതിയ ലെറ്റർ ഇട്ട് എസ് എന്ന് വിളിച്ചു. അപ്പോൾ സ്പിൻ ആംഗുലാർ മൊമെൻറ്റം S=I ഒമേഗ, where I is the moment of inertia, omega is the angular velocity. ഓക്കെ, അപ്പോൾ ഇതാണ് സ്പിൻ ആംഗുലാർ മൊമെൻറ്റം. ഓക്കെ, ആ സ്പിന്നിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആരുണ്ടാകും? സ്പിന്നിൻ്റെ ആ ആക്സിസിൽ ഉണ്ടാകുന്ന സ്പിന്നിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആരുണ്ടാകും? ആംഗുലാർ മൊമെൻ്റ് ഉണ്ടാകും. ഇനി ഇവിടെയും ഇപ്പോൾ എർത്തിൻ്റെ റൊട്ടേഷൻ നമുക്ക് കറക്റ്റായിട്ട് അറിയാം. എർത്തിൻ്റെ റൊട്ടേഷൻ ഇപ്പോൾ ഈ ഫിഗറിൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ ഇവിടെ എർത്ത് എത്ര ഡിഗ്രി, അച്ചുതണ്ടിൽ നിന്ന് എത്ര ഡിഗ്രി ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നതെന്നും എങ്ങനെയാണ് കറങ്ങുന്നതെന്നും ആക്സിസ് നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ അറിയാം. 23.5 ഡിഗ്രി ചെരിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ അച്ചുതണ്ട് നിൽക്കുന്നത്, ഭൂമിയുടെ ഇമാജിനറി ആക്സിസ് നിൽക്കുന്നത്. ആ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്, അല്ല ആ ആക്സിസിന് പാരലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്. എല്ലാ പ്ലാനറ്റും അതുപോലെ സെയിം ഡിഗ്രി ആംഗിളിലുള്ള ഒരു ആക്സിസ് ആയിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? റൊട്ടേഷൻ ഉണ്ടാക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് യുറാനസിൻ്റെ കേസ് എടുത്ത് നോക്കൂ. യുറാനസ് ഇങ്ങനെയാണ് നിൽക്കുന്നത്, നേരെ ഏകദേശം ഹൊറിസോണ്ടലാണ് നിൽക്കുന്നത്. 97 ഡിഗ്രിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്ലൈൻഡ് ആയിട്ടാണ് ആ ആക്സിസ് നിൽക്കുന്നത്. ആ ആക്സിസിനാണ് എന്ത് ചെയ്യുന്നത്? റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ മെർക്കുറി, വീനസ്, എർത്ത്, മാസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ ഇതൊക്കെ എടുക്കുന്ന സമയത്ത് ഓരോ പ്ലാനറ്റിനും ഓരോ ആക്സിസ് ഓഫ് റൊട്ടേഷനാണ്. അപ്പോൾ ആക്സിസ് ഓഫ് റൊട്ടേഷൻ മാറുമ്പോൾ അതിനനുസരിച്ച് ആരും മാറും? ആംഗുലാർ മൊമെൻറ്റും മാറും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ എന്താണ്? ഇറ്റ് ക്യാൻ ടേക്ക് എനി വാല്യൂസ് ഇൻ ദ കേസ് ഓഫ് പ്ലാനറ്ററി മോഷൻ. അപ്പോൾ പ്ലാനറ്ററി മോഷനിൽ സ്പിൻ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് I ഒമേഗയാണ്. I കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പിന്ന് കൂടും, ഒമേഗ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്പിൻ ആംഗുലാർ മൊമെൻറ്റം കൂടും. അപ്പോൾ സ്പിൻ ആംഗുലാർ മൊമെൻറ്റത്തിന് ഏത് വാല്യൂ എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാൻ പറ്റും. അതെന്തല്ല? ഇറ്റ് ഹാസ് നോ റെസ്ട്രിക്ഷൻ. ഇനി സ്പിൻ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞു, എർത്തിൻ്റെ ആക്സിസ് ഒന്നാണ്, വേറെ പല പ്ലാനറ്റിനും വേറെ പല പല ആക്സിസുകളാണ്. അതുകൊണ്ട് തന്നെ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷനും എങ്ങനെയാണ്? ക്വാണ്ടൈസ്ഡ് അല്ല. ഇറ്റ് ഹാസ് നോ റെസ്ട്രിക്ഷൻ. ഇറ്റ് ക്യാൻ ടേക്ക് കണ്ടിന്യൂസ് റേഞ്ച് ഓഫ് വാല്യൂസ്. അപ്പോൾ ആംഗുലാർ മൊമെൻ്റ് എങ്ങനെയാണ്? അത് പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തത്? ഇപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞത്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ കേസിലേക്ക് പോവുകയാണ്. ഒന്ന് സമ്മറൈസ് ചെയ്യാം. ഇൻ ദ കേസ് ഓഫ് പ്ലാനറ്ററി മോഷൻ, ദ സിസ്റ്റം ഡസ് നോട്ട് പുട്ട് എനി റെസ്ട്രിക്ഷൻ ഓൺ ദ മാഗ്നിറ്റ്യൂഡ് as well as the direction of angular momentum. Angular momentum can take any values, continuous range of values. Similarly, the direction can take any values. Thus, angular momentum can point any direction in 3D space. In 3D space. അപ്പോൾ 3D സ്പേസിൽ ആംഗുലാർ മൊമെൻറ്റം ഏത് ഡയറക്ഷനിലും എന്തായിരിക്കും? പോയിൻ്റ് ചെയ്യാൻ പറ്റും. ആരുടെ കേസിൽ? പ്ലാനറ്ററി മോഷൻ്റെ കേസിൽ. ഓക്കെ, ഇനി നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് പോവുകയാണെങ്കിൽ, ക്വാണ്ടം മെക്കാനിക്സിൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ആറ്റമാണ്. ആറ്റത്തിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഹൈഡ്രജൻ ആറ്റം എടുക്കുകയാണെങ്കിൽ ന്യൂക്ലിയസിന് ചുറ്റും ഒരു ഇലക്ട്രോൺ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? റിവോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ കേസിൽ ഈ ഇലക്ട്രോണിന് സ്പിൻ ആംഗുലാർ മൊമെൻറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റും ഉണ്ട്. അങ്ങനെ നമ്മൾ ഈ ആംഗുലാർ മൊമെൻറ്റം, ഈ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ കേസിൽ ഷോണിജർ ഇക്വേഷൻ ഞാൻ അപ്ലൈ ചെയ്തു. അങ്ങനെ ഷോണിജർ ഇക്വേഷൻ അപ്ലൈ ചെയ്ത സമയത്ത് നമ്മൾ 3 ഡയമെൻഷണൽ ഷോണിജർ ഇക്വേഷൻ എന്ത് ചെയ്തു? സോൾവ് ചെയ്തു.
അങ്ങനെ സോൾവ് ചെയ്ത സമയത്ത് എനിക്ക് നമ്മൾ എന്താ പറയുക, നമ്മൾ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ 3 ഡയമെൻഷണൽ ഷ്രോഡിംഗർ ഇക്വേഷൻ എഴുതിയിട്ട് അതിനെ സോൾവ് ചെയ്ത സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയിരുന്നു. എൽ സ്ക്വയറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെയായിരുന്നു കിട്ടിയത്, L × L+1 H ക്രോസ് എന്നായിരുന്നു. അങ്ങനെയാണ് H ക്രോസ് സ്ക്വയർ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ L എന്തായിരിക്കും? L = √L × L+1 H ക്രോസ്. ഓക്കെ, നമുക്ക് കിട്ടിയ റിസൾട്ടാണ്. അന്ന് ഞാൻ റിസൾട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് എന്ത് ചെയ്തിട്ടില്ല, നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഓക്കെ, പക്ഷെ ഇതിൻ്റെ മീനിങ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്തതാണ്, ഗ്രാജുവേഷനിൽ പഠിച്ചതാണ്. അപ്പോൾ ഒന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, റിവൈസ് ചെയ്യാണ്. അപ്പോൾ however if we go into quantum world, when you look at the simple example, that is the electron revolving around the nucleus, we will see the electron is not necessarily allowed to have any magnitude of angular momentum as well as angular momentum pointed in any direction of space. Okay, അപ്പോൾ നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ വേൾഡിലേക്ക് പോവുകയാണെങ്കിൽ, ഒരു ഇലക്ട്രോണിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആംഗുലാർ മൊമെൻറ്റത്തിന് എല്ലാ വാല്യൂ എന്തല്ല, പോസിബിൾ അല്ല. എന്താണെന്നുള്ളത് ഞാൻ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഷ്രോഡിംഗർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് ദ സൊല്യൂഷൻ ഓഫ് ഷ്രോഡിംഗർ ഇക്വേഷൻ ഫോർ ദ കേസ് ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ആറ്റം റിസൾട്ട്സ് certain quantum numbers. ഇപ്പോൾ നമ്മൾ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ കേസിൽ നമുക്ക് കിട്ടി √L × L+1 H ക്രോസ്. ഈ എല്ലിന് എല്ലാ വാല്യൂം പോസിബിൾ അല്ല, 0, 1, 2 അങ്ങനെയുള്ള ഇൻറ്റിജർ നമ്പേഴ്സ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, പോസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഷ്രോഡിംഗർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടി, certain quantum numbers കിട്ടി. These quantum numbers put restriction on the magnitude and direction of the angular momentum of particular electron. ഈ ക്വാണ്ടം നമ്പേഴ്സ് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ക്വാണ്ടം നമ്പേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെൻറ്റത്തിന് ചില റെസ്ട്രിക്ഷൻസ് കൊടുക്കുന്നുണ്ട്. ആ റെസ്ട്രിക്ഷൻസ് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡിന് മാത്രമല്ല, ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഹാസ് ദിസ് റെസ്ട്രിക്ഷൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആദ്യം ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം പറയും, അത് കഴിഞ്ഞതിന് ശേഷം സ്പിൻ ആംഗുലാർ മൊമെൻറ്റം പറയും. അപ്പോൾ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ കേസിലാണെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ക്വാണ്ടൈസ്ഡ് ആയിരിക്കും, അതുപോലെ തന്നെ അതിൻ്റെ ഡയറക്ഷനും എന്തായിരിക്കും, ക്വാണ്ടൈസ്ഡ് ആയിരിക്കും. ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം ഓക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത്, ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യാണ്, റിവോൾവിങ് അറൗണ്ട് ദ ഓർബിറ്റ്. ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റത്തിൽ നമുക്ക് L എന്നെന്ത് ചെയ്യാം, റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ഫിഗർ നമുക്ക് എടുക്കാം. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ ക്വാണ്ടൈസേഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പെർട്ടിക്കുലർ പ്ലെയിനിൽ, ഇപ്പോൾ പ്ലാനറ്റില്ല, ഇലക്ട്രോണാണ്. ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂക്ലിയസിന് ചുറ്റും ഒരു പെർട്ടിക്കുലർ പ്ലെയിനിൽ എന്ത് ചെയ്യുന്നുണ്ട്, റിവോൾവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റിവോൾവ് ചെയ്യുന്ന സമയത്ത് ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എന്തുണ്ടാകുക, ആംഗുലാർ മൊമെൻറ്റ് ഉണ്ടാവുക. സപ്പോസ് ഇവിടെ ഈ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷനെ ഞാൻ എന്താക്കി എടുത്തു, ഒരു റെഫറൻസ് ആക്സിസ് ആയിട്ടുള്ള Z ആക്സിസ് ആയിട്ട് എടുത്തു. അപ്പോൾ Z ആക്സിസിന് പെർപെൻഡിക്കുലർ, Z ആക്സിന് പാരലായിട്ടായിരിക്കും ആരുണ്ടാവില്ലേ, ആംഗുലാർ മൊമെൻറ്റം L ഉണ്ടാവുക. ഇപ്പോൾ ആംഗുലാർ മൊമെൻറ്റം ഇൻ ദ ഡയറക്ഷൻ ഓഫ് Z ആക്സിസ് ആണ്. ഇനി ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്ന പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്, XY പ്ലെയിൻ ആണ്. അപ്പോൾ XY പ്ലെയിനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം എന്താണ്, പോയിൻ്റ് എയിൽ Z ആക്സിസിലേക്കായിരിക്കും. ഇനി ഞാൻ ഈ ഷ്രോഡിംഗർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി, ഇറ്റ് ഗീവ്സ് certain quantum numbers, so it put restriction to the magnitude of angular momentum. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് എനിക്ക് അന്ന് കിട്ടിയത് L = √L × L+1 H ക്രോസ് ആണ്. L = √L × L+1 H ക്രോസ്. അപ്പോൾ L എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് സ്മോൾ ലെറ്റർ L എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. ഓക്കെ,
സ്മോൾ ലെറ്റർ എല്ലിനെ നമ്മൾ പറയുന്ന പേരാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. സ്മോൾ ലെറ്റർ എല്ലിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂ 0, 1, 2 അങ്ങനെ ഇൻറ്റിജർ നമ്പേഴ്സാണ് എന്ത് ചെയ്തിട്ടുള്ളത് പോസിബിൾ ആയിട്ടുള്ളത്. അപ് ടു n-1 വരെ എന്താണ് വാല്യൂസ് പോസിബിൾ ആണ്. എന്നെ നമ്മൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്നൊക്കെ പറയും. ഓക്കെ, L 0 ആണെങ്കിൽ നമ്മൾ പറയും ആ ഇലക്ട്രോൺ ഉള്ളത് S ഓർബിറ്റിലാണ് എന്ന് പറയും. L 1 ആണെങ്കിൽ, സ്മോൾ ലെറ്റർ L അസിമത്തിൽ ക്വാണ്ടം നമ്പർ 1 ആണെങ്കിൽ നമ്മൾ പറയും P ഓർബിറ്റിലാണെന്ന് പറയും. അതുപോലെ തന്നെ L 2 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത് D ഓർബിറ്റൽ ആണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് S ഓർബിറ്റലിൻ്റെ കേസ് എടുക്കാം. S ഓർബിറ്റലിൻ്റെ കേസിൽ L എന്താണ്? L 0 ആണ്. L 0 ആണെങ്കിൽ L അസിമത്തിൽ ക്വാണ്ടം നമ്പർ 0 ആയതുകൊണ്ട് തന്നെ നമുക്ക് ആംഗുലാർ മൊമെൻറ്റം കാണാൻ പറ്റും. മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലാർ മൊമെൻറ്റം നമുക്ക് L കാണാൻ പറ്റും. L ഈക്വൽ ടു √0 ഇൻറ്റു 0 + 1 h ക്രോസ് ദാറ്റ്സ് ഈക്വൽ ടു 0. അപ്പോൾ S ഓർബിറ്റലിലെ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? അടുത്തൊരു കേസ് എടുക്കുകയാണ്. അതായത് P ഓർബിറ്റലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ എല്ലിൻ്റെ വാല്യൂ എന്തായിരിക്കും? നമ്മൾ P ഓർബിറ്റലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ എല്ലിൻ്റെ വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? √1 ഇൻറ്റു 1 ഇൻറ്റു 1 + 1 h ക്രോസ്. 1 + 1 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ √2 h ക്രോസ്. അപ്പോൾ നമ്മളിങ്ങനെ ഇതുപോലെ എല്ലിന് ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 0 കിട്ടും, √2 h ക്രോസ് കിട്ടും. അതിനുശേഷം എല്ലിൻ്റെ വാല്യൂ 3 കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? √6 h ക്രോസ് കിട്ടും, എക്സെട്ര. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളൊരു ഡയഗ്രാം വരയ്ക്കുകയാണ്. ആ ഡയഗ്രത്തിൽ ഞാൻ എന്ത് ചെയ്യാണ്? ആംഗുലാർ മൊമെൻറ്റം ഇൻക്രീസ് ചെയ്യുന്ന ഡയറക്ഷനിൽ ഞാൻ എന്ത് ചെയ്യാണ്? ഈ വാല്യൂസ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇനീഷ്യലി 0 ആയിരുന്നു, ഗ്രൗണ്ട് സ്റ്റേറ്റ്. ദെൻ മാഗ്നിറ്റ്യൂഡ് √2 h ക്രോസ്, ദെൻ മാഗ്നിറ്റ്യൂഡ് √6 h ക്രോസ്, ദെൻ എന്ത് ചെയ്യും? ആ വാല്യൂസ് അങ്ങനെ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇവിടെ എല്ലാ വാല്യൂസ് എന്തല്ല പോസിബിൾ അല്ല, സെർട്ടൺ വാല്യൂസ് മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത് ആംഗുലാർ മൊമെൻറ്റത്തിന് പോസിബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് 0, അത് കഴിഞ്ഞാൽ 0 മുതൽ √2 h ക്രോസ് വരെയുള്ള ഒറ്റ വാല്യൂ എന്തല്ല പോസിബിൾ അല്ല. ദെൻ നെക്സ്റ്റ് വാല്യൂ √2 h ക്രോസ്, ദെൻ നെക്സ്റ്റ് വാല്യൂ √6 h ക്രോസ്. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റം ഹാസ് restricted to have only some particular values. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടൈസ്ഡ് ആണ് എന്ന് പറയാൻ പറ്റും. ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? ക്വാണ്ടൈസ്ഡ് ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് മനസ്സിലായി ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? ക്വാണ്ടൈസ്ഡ് ആണ്. പ്ലാനറ്ററി മോഷൻ്റെ പോലെ കണ്ടിന്യൂസ് റേഞ്ച് ഓഫ് വാല്യൂസ് എന്തല്ല പോസിബിൾ അല്ല, സെർട്ടൻ റെസ്ട്രിക്റ്റഡ് വാല്യൂസ് മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത് പോസിബിൾ ആയിട്ടുള്ളത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിന് ഏതൊരു പ്ലെയിനിലും റിവോൾവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെൻറ്റത്തിന് എല്ലാ മാഗ്നിറ്റ്യൂഡും പോസിബിൾ അല്ല, സെർട്ടൺ വാല്യൂ ഓഫ് മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് പോസിബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്കുള്ളൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇലക്ട്രോണിൻ്റെ ഡയറക്ഷൻ, ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇലക്ട്രോണിൻ്റെ പ്ലെയിനാണ്. ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്ന പ്ലെയിനാണ്. പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും എപ്പോഴും എന്ത്? ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഏത് പ്ലെയിനിലും ഇലക്ട്രോണിന് കറങ്ങാൻ പറ്റുമോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ റിവോൾവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇലക്ട്രോണിന് ഏത് പ്ലെയിനിലും റിവോൾവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതും നമുക്ക് മനസ്സിലാകും. ഇലക്ട്രോണിന് അങ്ങനെ തോന്നിയ പോലെ എല്ലാ പ്ലെയിനിലും എന്ത് ചെയ്യാൻ പറ്റില്ല? റിവോൾവ് ചെയ്യാൻ പറ്റില്ല. സെർട്ടൺ പ്ലെയിൻസിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റിവോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അതും നമ്മൾ ഷോണിജർ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും. അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്. അന്ന് അതിൻ്റെ ഫിസിക്കൽ മീനിങ് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഡയറക്ഷൻ, ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷനും എന്താണ്? ക്വാണ്ടൈസ്ഡ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഈ ഡയഗ്രം എടുക്കുകയാണ്. ശ്രദ്ധിക്കാം, ഡയറക്ഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം എന്താണ്? റെസ്ട്രിക്റ്റഡ് ആണ്. അതായത് ഡയറക്ഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടൈസ്ഡ് ആണ്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു പ്ലെയിന്, ഈ റെഡ് കളറിൽ കാണിച്ചിട്ടുള്ള ഓർബിറ്റിൽ എന്താണ്? ഓർബിറ്റ് ഒരു പ്ലെയിനാണ്. ഈ പ്ലെയിനിലൊരു ഇലക്ട്രോൺ കറങ്ങുന്നുണ്ട്.
ആ പ്ലെയിനിൽ ഒരു ഇലക്ട്രോൺ കറങ്ങുന്നുണ്ടെങ്കിൽ ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആരുണ്ടാകൽ, ആംഗുലാർ മൊമെൻ്റ് ഉണ്ടാവൽ. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ 2 ഇലക്ട്രോണും എന്ത് ചെയ്യുന്നുണ്ട്, മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. 2 ഇലക്ട്രോണിൻ്റെയും ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്, സെയിം ആണ്. പക്ഷേ ഡയറക്ഷൻ എന്താണ്, വ്യത്യാസമുണ്ട്. ഒന്ന് ഈ റെഡ് ലൈനിൽ വെച്ചിട്ടുള്ള ആ പ്ലെയിനിലാണ് എന്ത് ചെയ്യുന്നത്, കറങ്ങുന്നത്. മറ്റൊന്ന് ഈ ഗ്രീൻ കളർ ലൈന് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പ്ലെയിനിലാണ് എന്ത് ചെയ്യുന്നത്, റിവോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രീൻ കളറിൽ ഉള്ള പ്ലെയിനിൽ റിവോൾവ് ചെയ്യുന്ന ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ. ഗ്രീൻ ആരോ കാണിക്കുന്നത് ആ ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഇലക്ട്രോണ് റെഡ് ആരോ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു, രണ്ടാമത്തെ ഇലക്ട്രോണിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഗ്രീൻ ആരോ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. അവരുടെ ആംഗുലാർ മൊമെൻറ്റത്തെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ആരോകൾ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്, സെയിം ആണ്. പക്ഷേ ഡയറക്ഷൻ എന്താണ്, വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഡയറക്ഷൻ എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു റഫറൻസ് ആക്സിസ് വേണം. അങ്ങനെ എടുത്തിട്ടുള്ള റഫറൻസ് ആക്സിസ് ആണ് സെഡ് ആക്സിസ്. ശരിക്കും ശ്രദ്ധിക്കുക, ഈ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ എനിക്ക് ഇനി പറയണമെന്നുണ്ടെങ്കിൽ ഈ 2 ഇലക്ട്രോണിനും 2 ആംഗുലാർ മൊമെൻ്റ് ആണ്. 2 ഇലക്ട്രോണിനും 2 ആംഗുലാർ മൊമെൻ്റ് ആണ്. അപ്പോൾ ഇനി എനിക്കതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു റെഫറൻസ് ആക്സിസുമായിട്ടാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പറയാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള റെഫറൻസ് ആക്സിസ് എന്താണ്, സെഡ് ആക്സിസ് ആണ്. ഏതെടുക്കാം, ജനറലി ബുക്സൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റെഫറൻസ് ആക്സിസ് ആയിട്ട് സെഡ് ആക്സിസിനാണ് എന്ത് ചെയ്യാറ്, പ്രിഫർ ചെയ്യാറ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ആക്സിസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സെഡ് ആക്സിസിന് എടുക്കും. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒന്നാമത്തെ ഇലക്ട്രോണിൻ്റെ ഈ ആംഗുലാർ മൊമെൻറ്റം സെഡ് ആക്സിസുമായിട്ടുണ്ടാക്കുന്ന കോമ്പോണൻറ്റിൻ്റെ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ സെഡ് കമ്പോണൻറ്റിനെ ഞാൻ LZ എന്ന് റെപ്രസെൻ്റ് ചെയ്യും. രണ്ടാമത്തെ ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെൻറ്റം സെഡ് ആക്സിസുമായിട്ടുണ്ടാക്കുന്ന സെഡ് കമ്പോണൻറ്റ്, ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ സെഡ് കമ്പോണൻറ്റിനെ ഞാൻ എന്ത് റെപ്രസെൻ്റ് ചെയ്തു, LZ എന്ന് റെപ്രസെൻ്റ് ചെയ്തു. ഓക്കെ, ഇനി എനിക്ക് ഈ LZൻ്റെ വാല്യൂ പറയുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാകും അതെന്താണ്, ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷനാണ് സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലാവും. കാരണം ഇവിടെ ഇപ്പോൾ രണ്ട് പ്രത്യേക ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, ആംഗുലാർ മൊമെൻറ്റം പോയിൻ്റ് ചെയ്യണത്. പക്ഷേ അതിൻ്റെ സെഡ് കമ്പോണൻറ്റ് എടുക്കുമ്പോൾ രണ്ടും എന്താണ്, ഒരേപോലെയാണ്. അതായത് സെഡ് കമ്പോണൻറ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്, അവിടെ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷനാണ് എന്ത് ചെയ്യുന്നത്, സ്പെസിഫൈ ചെയ്യുന്നത്. സെഡ് കമ്പോണൻറ്റ് മാറിയാൽ, ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ സെഡ് കമ്പോണൻറ്റ് ചേഞ്ച് ചെയ്താൽ എന്ന് നമുക്ക് മനസ്സിലാവും എന്ത്, ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തതെന്ന് മനസ്സിലാവും. ഇപ്പോൾ വേറൊരു ഇലക്ട്രോൺ ഉണ്ട്, അതിൻ്റെ ആംഗുലാർ മൊമെൻറ്റം ഈ ഡയറക്ഷനിലാണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സെഡ് കമ്പോണൻറ്റ് ഇതാണ്. അപ്പോൾ എന്ത് ചെയ്തു, സെഡ് കമ്പോണൻറ്റ് ചേഞ്ച് ചെയ്തു. സെഡ് കമ്പോണൻറ്റ് ചേഞ്ച് ചെയ്താൽ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. അപ്പോൾ സെഡ് കമ്പോണൻറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്, ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷനാണ്. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തൊരു റെഫറൻസ് ആക്സിസ് ആണ് സെഡ് ആക്സിസ്. ആ സെഡ് ആക്സിസുമായിട്ട് ആംഗുലാർ മൊമെൻറ്റ് ഉണ്ടാക്കുന്ന കമ്പോണൻറ്റ് നമുക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ ആ കമ്പോണൻറ്റ് വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഷോണിജർ ഇക്വേഷൻ ഉപയോഗിച്ച് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ സെഡ് കമ്പോണൻ്റ് ആയിട്ടുള്ള LZ സോൾവ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ഇക്വേഷൻ ആയിരുന്നു LZ = MLH×. ML എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അടുത്ത ക്വാണ്ടൈസേഷൻ. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്ത സമയത്ത് LZ നമ്മൾ എന്ത് ചെയ്തിരുന്നു, സോൾവ് ചെയ്തിരുന്നു. അങ്ങനെ സോൾവ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ക്വാണ്ടൈസേഷൻ റൂളാണ് LZ = MLH×, where ML is another ക്വാണ്ടം നമ്പർ. MLന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്, -L to L, -L, പിന്നെ -L-1, അങ്ങനെ പോയിട്ട് 0-ലെത്തും. പിന്നെ അവിടെ നിന്ന് പോയിട്ട് എവിടെ വരെ പോവും, L വരെ പോവും. അപ്പം -L to L ആണ് MLന് സാധ്യമായിട്ടുള്ള വാല്യൂസ് വിത്ത് എ ഡിഫറൻസ് ഓഫ് +or-1. ആദ്യം -L, പിന്നെ -L-1, പിന്നെ -L-2, അങ്ങനെ പോയിട്ട് 0-ലെത്തും. പിന്നെ അങ്ങനെ പോയിട്ട് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്ത് L-ലെത്തും. അപ്പോൾ MLന് സാധ്യമായിട്ടുള്ള വാല്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, -L to L ആണ് വിത്ത് ഡിഫറൻസ് ഓഫ് +or-1. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഉറപ്പാണ് MLന് എല്ലാ വാല്യൂസും പോസിബിൾ അല്ല, സെർട്ടൺ വാല്യൂസ് മാത്രമാണ് പോസിബിൾ ആയിട്ടുള്ളത്. MLന് സെർട്ടൺ വാല്യൂസ് ആണ് പോസിബിൾ ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ LZനും എന്താണ്, എല്ലാ വാല്യൂസും പോസിബിൾ ആയിട്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെ LZന്
certain വാല്യൂസ് മാത്രമാണ് സാധ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ LZ ക്വാണ്ടൈസ്ഡ് ആണ്. LZ ക്വാണ്ടൈസ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ Z കമ്പോണൻറ്റ് ക്വാണ്ടൈസ്ഡ് ആണെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ക്വാണ്ടൈസ്ഡ് ആയിരിക്കും. അപ്പോൾ എല്ലാ ഡയറക്ഷനിലും ആംഗുലാർ മൊമെൻറ്റം എന്തുണ്ടാവില്ല? പോയിൻ്റ് ചെയ്യില്ല. ചില പെർട്ടിക്കുലർ ഡയറക്ഷനിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെൻറ്റത്തിന് പോയിൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ എന്ത് നമ്മൾ മനസ്സിലാക്കണം? എല്ലാ പ്ലെയിനിലും ഇലക്ട്രോൺ എന്ത് ചെയ്യാൻ പറ്റില്ല? റിവോൾവ് ചെയ്യാൻ പറ്റില്ല. ചില പ്രത്യേക പ്ലെയിനിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇലക്ട്രോണ് റിവോൾവ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള LZ = MLH ക്രോസ്. ദിസ് ഇക്വേഷൻ പുട്ട് റെസ്ട്രിക്ഷൻ ഓൺ ദ ഡയറക്ഷൻ ഇൻ വിച്ച് എ പെർട്ടിക്കുലർ ഇലക്ട്രോൺ ഓർബിറ്റൽ പ്ലെയിൻ ക്യാൻ ഓറിയൻറ്റ് ഇറ്റ് സെൽഫ് ഇൻ സ്പേസ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇലക്ട്രോണിന് എല്ലാ പ്ലെയിനിലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഓറിയൻറ്റ് ചെയ്യാൻ കഴിയില്ല. ഇനി നമ്മളിപ്പോൾ P ഓർബിറ്റലിൻ്റെ കേസ് എടുക്കുകയാണ്. P ഓർബിറ്റലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം P ഓർബിറ്റലിൻ്റെ കേസിൽ Lൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. Lൻ്റെ വാല്യൂ 1 ആണെങ്കിൽ MLൻ്റെ വാല്യൂ എന്താണ്? -L to L ആണ് സാധ്യമായിട്ടുള്ള വാല്യൂസ്. -L എന്ന് പറഞ്ഞാൽ -1, -1 + 1 0, 0 + 1 1. അപ്പോൾ -1 to 1 വരെയുള്ള വാല്യൂസാണ് സാധ്യമായിട്ടുള്ളത്. അപ്പോൾ MLൻ്റെ വാല്യൂസ് -1, 0, 1. അങ്ങനെയാണെങ്കിൽ LZൻ്റെ വാല്യൂസ് എന്തൊക്കെയാണ്? LZൻ്റെ വാല്യൂസ് -1 × H ക്രോസ്, അതായത് -H ക്രോസ് 0 H ക്രോസ്, -H ക്രോസ് 0 H ക്രോസ്. ഇതാണ് P ഓർബിറ്റലിൻ്റെ കേസിൽ LZൻ്റെ വാല്യൂസ്. അപ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? LZന് അല്ലെങ്കിൽ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ Z കമ്പോണൻറ്റിന് വാല്യൂ ഉണ്ടാവുള്ളൂ. അതായത് വേറൊരു ഡയറക്ഷനിൽ എന്ത് ചെയ്യാൻ കഴിയില്ല? ഈ ഇലക്ട്രോണിന് പോയിൻ്റ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെൻറ്റത്തിന് പോയിൻ്റ് ചെയ്യാൻ കഴിയില്ല. ഇനി ഇപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞാലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകും. ഒന്നും കൂടെ എന്ത് ചെയ്യുക? ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇത് എക്സ്പ്ലെയിൻ ചെയ്യാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് സിമിലർ ആണ് സ്പിന്നും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് എന്ത് ചെയ്യുക? ശരിക്ക് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഇലക്ട്രോണിൻ്റെ മോഷൻ ഒരു 3D സ്പേസിൽ എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അതായത് ക്വാണ്ടൈസേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അത് പറയുന്നത്. അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക. നമ്മൾ സാധാരണ എന്താ പഠിച്ചിട്ടുള്ളത്? ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിന് ചുറ്റും അതിങ്ങനെ എന്ത് ചെയ്യാണ്? റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആക്ച്വലി അത് അങ്ങനെയല്ല. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാം. നമ്മൾ നമ്മുടെ റെഫറൻസ് ആക്സിസ് ആയിട്ട് ആരെടുത്തിട്ടുണ്ട്? Z ആക്സിസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ Z ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ആക്സിസ് ആണ്. സോ ദാറ്റ് വി ഫൈൻഡ് ആംഗുലാർ മൊമെൻറ്റം വിത്ത് റെസ്പെക്ട് ടു Z ആക്സിസ്. Z ആക്സിസ് കുഡ് ബി സം കൈൻഡ് ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. സോ ദാറ്റ് ഇഫ് ഐ പുട്ട് this kind of electron system in external magnetic field, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ electron has magnetic moment, so electron will orient in such a manner the Z component of its angular momentum with respect to Z axis will only have these 3 values. അതായത് Z axis ഒരു റെഫറൻസ് ആക്സിസ് ആണ്. അത് ചിലപ്പോൾ എന്താവാം? വേണമെങ്കിൽ അതൊരു മാഗ്നറ്റിക് ഫീൽഡ് ആവാം. നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ആവാം. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ ഏതോ ഒരു എക്സ്പെരിമെൻറ്റിൽ നമ്മൾ Z ആക്സിസിൽ എന്ത് ചെയ്തിരുന്നു? മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിരുന്നു. അതിനുശേഷം ഇലക്ട്രോൺ ബീമിനൊക്കെ എന്ത് ചെയ്തിരുന്നു? അതിലൂടെ കടത്തി വിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്തു? ഒരു സ്പ്ലിറ്റ് ഓഫ് ബീമൊക്കെ കിട്ടി. എന്തായിരുന്നു എക്സ്പെരിമെൻറ്റിൻ്റെ പേര്? ഞാൻ മറന്നുപോയി. ഓക്കെ, എനിവേ അത് പോട്ടെ. അപ്പോൾ Z ആക്സിസ് എന്താണ്? ഒരു റെഫറൻസ് ആക്സിസ് ആണ്. അത് ചിലപ്പോൾ എന്താകാം? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആവാം. നമ്മൾ ഈ ഇലക്ട്രോൺ സിസ്റ്റത്തെ ഈ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിന് എന്തുണ്ട്? മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രോണിന് മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ട്. ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിൻ്റെ മാഗ്നറ്റിക് മൊമെൻ്റ് എന്ത് ചെയ്യും? ഈ എക്സ്റ്റേണൽ മാഗ്നറ്റിക് മൊമെൻറ്റിനനുസരിച്ച് എന്ത് ചെയ്യാൻ തുടങ്ങും? അലൈൻ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? Z കമ്പോണൻറ്റ് ഓഫ് ഇറ്റ്സ് ആംഗുലാർ മൊമെൻറ്റം കണ്ടെത്താൻ പറ്റും. പക്ഷേ അങ്ങനെ ഉണ്ടാകുന്ന ഈ Z കമ്പോണൻറ്റ് ഓഫ് ആംഗുലാർ മൊമെൻറ്റത്തിന് 3 വാല്യൂസാണ് P ഓർബിറ്റലിൻ്റെ കേസിൽ പോസിബിൾ ആയിട്ടുള്ളത്. ഒന്നെന്താണ്? -H ക്രോസ്, മറ്റൊന്നെന്താണ്? 0, മറ്റൊന്നെന്താണ്? H ക്രോസ്. ഇനി അത് എങ്ങനെയാണ്, എന്താണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഫിഗർ വെച്ചിട്ട് എന്ത് ചെയ്യാണ്? റെപ്രസെൻ്റ് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്. അവിടെ ശ്രദ്ധിക്കാം. ഇതാണ് നമ്മുടെ ഫിഗർ. ഈ ഫിഗർ എന്ത് ചെയ്യാം? ശരിക്ക് ശ്രദ്ധിക്കാം. ഫസ്റ്റ് LZൻ്റെ വാല്യൂ, LZന് ഞാൻ പറഞ്ഞു 3 വാല്യൂസാണ് പോസിബിൾ ആയിട്ടുള്ളത്. ഒന്ന് H ക്രോസ്, മറ്റൊന്ന് 0, മറ്റൊന്ന് -H ക്രോസ്. ഓക്കെ, അതിൽ നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ നമുക്ക് എടുക്കാം. LZൻ്റെ വാല്യൂ H ക്രോസ് ആവുന്ന സമയത്ത്, അതായത് L ഈ ഡയറക്ഷനിലാണ്, Lൻ്റെ Z കമ്പോണൻ്റ് എടുക്കുന്ന സമയത്ത് LZ = H ക്രോസ്. അതാണിത്.
ഓക്കെ, ബാക്കിയുള്ള 2 കേസ് നമുക്ക് എന്ത് ചെയ്യാം, അത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ആരോ റെപ്രസെൻ്റ് ചെയ്യുന്നത് LZൻ്റെ വാല്യൂ എച്ച് ക്രോസ് ആവുന്ന സമയത്തുള്ള ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷനാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ആരോ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡയറക്ഷനിലാണ് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത്, ആംഗുലാർ മൊമെൻറ്റം പോസിബിൾ ആയിട്ടുള്ളത്. മറ്റൊന്ന് ഈ ഡയറക്ഷനിലായിരിക്കും, മറ്റൊന്ന് ഈ ഡയറക്ഷനിലായിരിക്കും. ആരുടെ കേസിൽ, പി ഓർബിറ്റലിൻ്റെ കേസിൽ. പി ഓർബിറ്റലിൻ്റെ കേസ് ആണ് ഈ ഫിഗറിൽ എന്ത് ചെയ്യുന്നത്, റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, LZ എച്ച് ക്രോസ് ആവുന്ന സമയത്ത് എല്ലിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്. ഓക്കെ, അങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. എല്ലിൻ്റെ ഡയറക്ഷൻ ഈ സർക്കിളിൽ എവിടെ വന്നാലും LZൻ്റെ വാല്യൂ എന്താണ്, എച്ച് ക്രോസ് ആണ്. ശരിക്കും ശ്രദ്ധിച്ച് നോക്കൂ, ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, ഈ പ്ലെയിന്. ഈ പ്ലെയിനിൽ എവിടേക്ക് ആംഗുലാർ മൊമെൻറ്റം പോയിൻ്റ് ചെയ്താലും LZൻ്റെ വാല്യൂ എന്തായിരിക്കും, എച്ച് ക്രോസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഏത് ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്ന പ്ലെയിൻ ഇതാണ്, ഇലക്ട്രോൺ ഈ പ്ലെയിനിൽ റിവോൾവ് ചെയ്യുന്ന സമയത്ത് ആംഗുലാർ മൊമെൻറ്റം അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോയിൻ്റ് ചെയ്യും. ആ സമയത്ത് അതിൻ്റെ സെറ്റ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എച്ച് ക്രോസ് ആയിരിക്കും. ഇനി LZൻ്റെ വാല്യൂ എച്ച് ക്രോസ് ആക്കി നിലനിർത്തിക്കാണ്ട് ഇങ്ങനെ ഇവിടെ ഏത് ഡയറക്ഷനും, അതായത് ഈ ഡയറക്ഷനിൽ ആംഗുലാർ മൊമെൻറ്റം പോയിൻ്റ് ചെയ്താലും LZൻ്റെ വാല്യൂ എന്താണ്, എച്ച് ക്രോസ് ആണ്. ഈ ഡയറക്ഷനിലേക്ക് L പോയിൻ്റ് ചെയ്താലും LZൻ്റെ വാല്യൂ എന്തായിരിക്കും, എച്ച് ക്രോസ് ആയിരിക്കും. അതായത് ഈ സർക്കിളിലാണ് ഞാൻ പറഞ്ഞത്, ഈ സർക്കിളിൽ ഏത് പോയിന്റിലേക്ക് ആംഗുലാർ മൊമെൻറ്റം പോയിൻ്റ് ചെയ്താലും LZൻ്റെ വാല്യൂ എന്തായിരിക്കും, എച്ച് ക്രോസ് ആയിരിക്കും. അതായത് അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇലക്ട്രോൺ ഈ ഡയറക്ഷനിൽ റിവോൾവ് ചെയ്യുന്ന സമയത്താണ് എല്ലിൻ്റെ വാല്യൂ ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നത്, എല്ലിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക് പോയിൻ്റ് ചെയ്യുന്നത്. ഇനി ഇലക്ട്രോണിൻ്റെ ഓർബിറ്റിന് അവിടെ നിന്നിട്ട് പമ്പരം കറങ്ങുന്ന പോലെ എന്ത് ചെയ്യാൻ പറ്റും, കറങ്ങാൻ പറ്റും. ഓർബിറ്റലിൻ്റെ ആ പ്ലെയിനിന് എന്ത് ചെയ്യാൻ പറ്റും, കറങ്ങാൻ പറ്റും. അതിനെ നമ്മൾ പ്രിസിഷൻ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോണിൻ്റെ ഈ ഓർബിറ്റൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രിസിഷൻ നടത്തുന്നുണ്ട്. അങ്ങനെ പ്രിസിഷൻ നടത്തുന്നത് കാരണം ആംഗുലാർ മൊമെൻറ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡയറക്ഷനിലൊക്കെ പോയിൻ്റ് ചെയ്യാൻ പറ്റും. ഏത് ഡയറക്ഷനിൽ പോയിൻ്റ് ചെയ്താലും LZൻ്റെ വാല്യൂവിന് എന്ത് ചെയ്യുന്നില്ല, മാറ്റം വരുന്നില്ല. അതെന്താണ്, എച്ച് ക്രോസ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഒന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യാം, ഒന്ന് സമ്മറൈസ് ചെയ്യാം. ഇൻ ദ കേസ് ഓഫ് LZ ഈക്വൽ ടു പ്ലസ് എച്ച് ക്രോസ്, ഇലക്ട്രോൺ ഈസ് റിവോൾവിംഗ് ഇൻ എലിപ്റ്റിക്കൽ പ്ലെയിൻ. ദ വയലറ്റ് കളർ ഇൻഡിക്കേറ്റ് ദാറ്റ് പ്ലെയിൻ. The direction of angular momentum is pointed in violet arrow direction. ഈ വയലറ്റ് ആരോ എന്ത് ചെയ്യുന്നുണ്ട്, ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷനാണ് എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. ഓക്കെ, ഇൻ 3D space it is possible for the electron to have many different orientation. അതായത് ഈ ഒരു ഓറിയൻറ്റേഷൻ മാത്രമല്ല, ഈ പ്ലെയിനിന് അവിടെ നിന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പമ്പരം കറങ്ങുന്നത് പോലെ ഒരു പ്രിസിഷൻ മോഷൻ എന്താണ്, സാധ്യമാണ്. ആ സമയത്തൊക്കെ LZ എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, എല്ലിൻ്റെ ഡയറക്ഷൻ മാറിയാലും LZൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല. LZ എപ്പോഴും എന്ത് തന്നെ ആയിരിക്കും, പ്ലസ് എച്ച് ക്രോസ് തന്നെ ആയിരിക്കും. ഇൻ 3D space it is possible for the electron to have many different orientation so that the z component is same. അപ്പോൾ എല്ലിൻ്റെ ഈ ഒരു ഡയറക്ഷൻ മാറിയിട്ടുണ്ടെങ്കിലും LZ കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് LZന് മാത്രമേ റെസ്ട്രിക്ഷൻ ഉള്ളൂ. ഓക്കെ, LZ സെയിം ആണ്, പക്ഷേ L എന്ത് ചെയ്യും, ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യും, ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷനിൽ എന്ത് ചെയ്യാൻ കഴിയും, പോയിൻ്റ് ചെയ്യാൻ കഴിയും. In fact, all of this orientation in which Z component is same. Z component എപ്പോഴും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓറിയൻറ്റേഷൻ, ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഓറിയൻറ്റേഷൻ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. അത് കാരണം നമുക്ക് എന്ത് ചെയ്യും, ഇത് ഈ ഒരു സെക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഒരു കോണിക് സെക്ഷൻ കിട്ടും. ഓക്കെ, അടുത്ത ഫിഗറിൽ നമ്മൾ എന്ത് ചെയ്യും, അത് റെപ്രസെൻ്റ് ചെയ്യും. സോ in fact all of this orientation in which Z component is same is basically gives a conical section. This is known as precision of electron orbit. അപ്പോൾ ആക്ച്വലി ഇവിടെ ഇലക്ട്രോണിൻ്റെ ഓർബിറ്റാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നത്, പ്രിസിഷൻ നടത്തുന്നത്. ഓക്കെ, ദ ഇലക്ട്രോൺ ഓർബിറ്റ് ക്യാൻ പ്രിസസ് വിത്ത് റെസ്പെക്ട് ടു Z ആക്സിസ് സോ ദാറ്റ് Z കമ്പോണൻറ്റ് ഹാസ് പെർട്ടിക്കുലർ വാല്യൂ. ഓക്കെ, ഇലക്ട്രോണിൻ്റെ ഓർബിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നിന്നിട്ട് ഇങ്ങനെ പ്രിസിഷൻ മോഷനിലാണ്, പക്ഷേ അതിൻ്റെ Z കമ്പോണൻറ്റിന് എന്ത് ചെയ്യുന്നില്ല, മാറ്റം വരുന്നില്ല, ഒരു പെർട്ടിക്കുലർ വാല്യൂ ആണ്. അപ്പോൾ അതാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ രണ്ടാമത്തെ ഫിഗറിൽ വരച്ചിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിച്ച് നോക്കൂ, അതായത് ഏത് ഡയറക്ഷനിൽ ആംഗുലാർ മൊമെൻറ്റം പോയിൻ്റ് ചെയ്താലും LZ എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്.
ഈ സർക്കിളിൻ്റെ ഉള്ളിൽ എൽ സെറ്റ് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ബേസിക്കലി നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഒരു കോണിക്കൽ ഷേപ്പ് കിട്ടും. നമുക്കൊരു കോണിക്കൽ ഷേപ്പ് കിട്ടും. അതായത് ആദ്യം ഈ ഡയറക്ഷനിൽ ഇലക്ട്രോൺ മൂവ് ചെയ്യും, പിന്നെ ഈ പ്ലെയിനിൽ ഇലക്ട്രോൺ മൂവ് ചെയ്യും, പിന്നെ ഈ പ്ലെയിനിൽ മൂവ് ചെയ്യും. ഏത് പ്ലെയിനിലേക്ക് ഓറിയൻറ്റ് ചെയ്താലും എൽ സെറ്റിൻ്റെ വാല്യൂന് എന്ത് വരുന്നില്ല? മാറ്റം വരുന്നില്ല. ഓക്കെ. അപ്പോൾ ആക്ച്വലി ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്ന സമയത്ത് ഒരു പോസിബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ എല്ലിൻ്റെ മോഷൻ, അതായത് എങ്കിൽ എൽ സെറ്റിൻ്റെ മോഷൻ എന്താണ്? ഈ ഡയറക്ഷൻ. പിന്നെ അടുത്ത പോസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എൽ സെറ്റ് 0 ആവുകയാണ്. എൽ സെറ്റ് 0 ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എൽ സെറ്റിൻ്റെ ഡയറക്ഷൻ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ, എല്ലിൻ്റെ ഡയറക്ഷൻ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ. എല്ലിൻ്റെ ഡയറക്ഷൻ ഹൊറിസോണ്ടൽ പ്ലെയിനിലാവുന്ന സമയത്ത്, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആക്സിസിന് നേരെ എല്ല് പോയിൻ്റ് ചെയ്യുന്ന സമയത്ത് എൽ സെറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ. എൽ സെറ്റ് 0 ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇലക്ട്രോൺ ഈ ഡയറക്ഷനിലായിരിക്കും എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. ഇലക്ട്രോൺ ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന സമയത്ത്, ഈ പ്ലെയിനിൽ മൂവ് ചെയ്യുന്ന സമയത്തായിരിക്കും എല്ലിന് എന്തുണ്ടാവുക? ഈ ഡയറക്ഷനിൽ പോയിൻ്റ് ചെയ്യാൻ പറ്റുക. അടുത്തത് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ ഈ ഡയറക്ഷനാണ്, -h-. അതായത് എൽ സെറ്റിൻ്റെ വാല്യൂ -h-. പക്ഷെ അവിടെ പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് ഈ സർക്കിളിലെ ഈ ഒരു കോണിക് സെക്ഷൻ്റെ ഏത് ഭാഗത്തേക്ക് എല്ല് പോയിൻ്റ് ചെയ്താലും എൽ സെറ്റിൻ്റെ വാല്യൂ എന്താണ്? -h- ആണ്. ഓക്കെ. ഇനി ഈ ആംഗുലാർ മൊമെൻറ്റം ലെഫ്റ്റ് സൈഡിലേക്ക് ഇവിടെ പോയിൻ്റ് ചെയ്താലും എൽ സെറ്റിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഈ സ്ക്രീനിൻ്റെ ഉള്ളിലേക്ക് പോയിൻ്റ് ചെയ്താലും എൽ സെറ്റിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ആ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ എങ്ങനെ പോയിൻ്റ് ചെയ്താലും എൽ സെറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ഈ ഒരു എല്ലിൻ്റെ വാല്യൂ ഈ ഒരു സർക്കിളിൽ എവിടേക്ക് പോയിൻ്റ് ചെയ്താലും എൽ സെറ്റിൻ്റെ വാല്യൂ എന്തായിരിക്കും? -h- ആയിരിക്കും. അപ്പോൾ ഇതാണ് ഡയഗ്രാം. ഈ ഡയഗ്രത്തിൽ സാധാരണ ഉണ്ടാകുന്നൊരു കൺഫ്യൂഷനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്ന സമയത്ത് ഒരു പോസിബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് എല്ലിൻ്റെ പോസിബിൾ ഓറിയൻറ്റേഷൻ, ഇത് അടുത്ത എല്ലിൻ്റെ പോസിബിൾ ഓറിയൻറ്റേഷൻ, ഇത് അടുത്ത എല്ലിൻ്റെ പോസിബിൾ ഓറിയൻറ്റേഷൻ, ഇത്. ഈ 3 ഓറിയൻറ്റേഷൻ മാത്രമേ എന്തായിട്ടുള്ളൂ? ആംഗുലാർ മൊമെൻറ്റത്തിന് പോസിബിൾ ആയിട്ടുള്ളൂ. ഇതിൻ്റെ ഇടയിൽ ഇനി ഇങ്ങനൊരു ഡയറക്ഷനിൽ എന്ത് ചെയ്യൂല? ആംഗുലാർ മൊമെൻറ്റം പോയിൻ്റ് ചെയ്യൂല. അല്ലെങ്കിൽ മറ്റൊരു ആംഗുലാർ മൊമെൻറ്റം, ആ ഇലക്ട്രോണിൻ്റെ മറ്റൊരു ആംഗുലാർ മൊമെൻറ്റം ഈ ഡയറക്ഷനിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? പോയിൻ്റ് ചെയ്യാൻ പറ്റില്ല. ഈ 3 മാത്രമേ സാധ്യമായിട്ടുള്ളൂ. ഒന്ന് +h-, മറ്റൊന്ന് 0, മറ്റൊന്ന് -h-. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയാം? ഡയറക്ഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ക്വാണ്ടൈസേഷൻ. ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ ക്വാണ്ടൈസ്ഡ് ആവുന്നത് ഇങ്ങനെയാണ്. ഇതിനെ നമ്മൾ പറയുന്ന ഈ ഒരു കോൺസെപ്റ്റിനെ നമ്മൾ, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് സ്പേസ് ക്വാണ്ടൈസേഷൻ. ഓക്കെ. നമ്മൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ടാകും സ്പേസ് ക്വാണ്ടൈസേഷൻ. അപ്പോൾ ഞാനൊന്ന് വായിക്കാം. The electron orbit can precess with respect to z-axis so that the z component, sound problem ഉണ്ടോ? Sorry. ഹലോ, സൗണ്ട് ക്ലിയർ ആയോ? ഹലോ, സൗണ്ട് ക്ലിയർ ആയോ? ഓക്കെ. ലൈവ് ഒന്ന് കട്ട് ചെയ്യാതെ സൗണ്ട് എന്ത് ചെയ്യില്ല? ക്ലിയർ ആവില്ല. ഞാനൊന്ന് ലൈവ് കട്ട് ചെയ്യാം. ഇപ്പോൾ ഏതായാലും 8 ആയില്ലേ? ഒരു 9 മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഹലോ, ചെക്ക്. ഹലോ, ഹലോ, ചെക്ക്. ഹലോ, ചെക്ക്.
ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്, മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ. ഹലോ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് ക്വാണ്ടൈസ്ഡ് ആയിരിക്കും. അതുപോലെ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ക്വാണ്ടൈസ്ഡ് ആയിരിക്കും. ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ ക്വാണ്ടൈസ്ഡ് ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ LZന് ചില സ്പെസിഫിക് വാല്യൂസ് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ P ഓർബിറ്റലിൻ്റെ കേസിൽ LZൻ്റെ വാല്യൂസ് h×0 - h× ആണ്. ഓക്കെ, എല്ലിൻ്റെ വാല്യൂ എന്താണ്? എല്ലിൻ്റെ വാല്യൂ 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം LZ = ml(h×) ആണ്. mlൻ്റെ വാല്യൂ -1 0 1 ആണ്. അതുകൊണ്ട് തന്നെ LZൻ്റെ വാല്യൂ h×0 - h× ആണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും h× ആവുന്ന സമയത്ത് LZൻ്റെ ഡയറക്ഷൻ, എല്ലിൻ്റെ ഡയറക്ഷൻ ഈ ഡയറക്ഷനിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ LZ അതിൻ്റെ Z കമ്പോണൻറ്റ് നമ്മൾ ഒരു പ്രൊജക്ഷൻ വരയ്ക്കുക. അങ്ങനെയാണെങ്കിൽ Z കമ്പോണൻറ്റ് എന്തായിരിക്കും? h× ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു LZൻ്റെ വാല്യൂ h× ആയിട്ട് കോൺസ്റ്റൻ്റ് ആയി നിൽക്കുകയാണെങ്കിലും എല്ലിന് ഈ ഓറിയൻറ്റേഷനിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്ഷന് പോസിബിളാണ്. ഈ കോണിക് സെക്ഷൻ്റെ ഈ കോണിൻ്റെ
ഈ കോണിൻ്റെ ഏത് എഡ്ജിലേക്ക് ആംഗുലാർ മൊമെൻറ്റം പോയിൻ്റ് ചെയ്താലും എൽസെറ്റിൻ്റെ വാല്യൂ എന്ത് തന്നെ ആയിരിക്കും, എച്ച് ക്രോസ് തന്നെ ആയിരിക്കും. അപ്പോൾ ബേസിക്കലി നമുക്ക് എന്ത് കിട്ടും, ഒരു കോണ് കിട്ടും. അതായത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഓർബിറ്റ്, ഈ ഇലക്ട്രോണിൻ്റെ ഈ ഓർബിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രിസിഷൻ നടത്തുന്നുണ്ട്, ഒരു പ്രിസിഷൻ മോഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സാധനത്തിനാണ് നമ്മൾ എന്ത് പറയുക, ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ്റെ ക്വാണ്ടൈസേഷൻ എന്ന് പറയാം. ഓക്കെ, ദാറ്റ് ദ ഇലക്ട്രോൺ ഓർബിറ്റ് ക്യാൻ പ്രിസിസ് വിത്ത് റെസ്പെക്ട് ടു സെഡ് ആക്സിസ് സോ ദാറ്റ് സെഡ് കമ്പോണൻറ്റ് ഹാസ് പെർട്ടിക്കുലർ വാല്യൂ. അപ്പോൾ ഇപ്പോൾ പ്ലസ് എച്ച് ക്രോസ് ആണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ എൽ സെറ്റ് സീറോ ആവുന്ന കേസിൽ എല്ലിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. അതായത് സെഡ് കമ്പോണൻ്റ് ഒന്നും ഉണ്ടാവില്ല. സെഡ് കമ്പോണൻ്റ് എന്താണ്, സീറോ ആണ്. അതായത് ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ ഹൊറിസോണ്ടൽ ആക്സിസിലേക്ക് പോയിൻ്റ് ചെയ്യും. അതായത് നമ്മുടെ ഇലക്ട്രോണിൻ്റെ ഓർബിറ്റിൻ്റെ ഡയറക്ഷൻ ഈ ഡയറക്ഷനിലായിരിക്കും. ഈ ഓർബിറ്റിൽ അത് നിന്നിട്ട് എന്ത് ചെയ്യും, എങ്ങനെയും ഏത് ആക്സിസിൽ കറങ്ങിയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ ഓർബിറ്റ് എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള ഈ ഓർബിറ്റൽ മോഷൻ്റെ ആ ഓറിയൻറ്റേഷൻ 360 ഡിഗ്രിയിൽ എങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എൽസെറ്റിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യില്ല, എൽസെറ്റിൻ്റെ വാല്യൂ എന്ത് തന്നെ ആയിരിക്കും, സീറോ ആയിരിക്കും. അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്നുകിൽ ഇപ്പോൾ ഈ സ്ക്രീനിൻ്റെ ഉള്ളിലേക്ക് ആണ് എല്ലിൻ്റെ ഡയറക്ഷൻ എന്നുണ്ടെങ്കിലും എൽസെറ്റ് സീറോ ആയിരിക്കും. സ്ക്രീനിൻ്റെ പുറത്തേക്കാണെങ്കിലും എല്ല് പുറത്തേക്കാണ്, എൽസെറ്റ് എന്തായിരിക്കും, സീറോ ആയിരിക്കും. ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിലും എല്ലിന് ലെഫ്റ്റ് സൈഡിലേക്കാണ് ഡയറക്ഷൻ, പക്ഷേ എൽസെറ്റിന് എന്തായിരിക്കും, സീറോ ആയിരിക്കും. അതായത് ഈ പ്ലെയിനിലാണ് ഇലക്ട്രോൺ കറങ്ങുന്നത്, പക്ഷേ ആ പ്ലെയിനിന് ഇറ്റ്സെൽഫ് എന്ത് ചെയ്യാൻ പറ്റും, 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എൽസെറ്റിൻ്റെ വാല്യൂ സീറോനായിരിക്കും, എന്ത് ചെയ്യില്ല, ചേഞ്ച് ചെയ്യില്ല. ഓക്കെ, ഇനി അടുത്തൊരു കേസ് വരുന്നത് എൽസെറ്റിൻ്റെ വാല്യൂ മൈനസ് എച്ച് ക്രോസ് ആണ്. അതായത് എല്ലിൻ്റെ ഡയറക്ഷൻ ഈ ഡയറക്ഷനിൽ, അതായത് എൽസെറ്റ് മൈനസ് എച്ച് ക്രോസ്. അപ്പോൾ എൽസെറ്റിൻ്റെ വാല്യൂ മൈനസ് എച്ച് ക്രോസ് ആയി നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലിന് ഈ ഓറിയൻറ്റേഷനൊക്കെ എന്താണ്, പോസിബിൾ ആണ്. ഈ കോണിൻ്റെ ഏത് എഡ്ജിലേക്ക് ആംഗുലാർ മൊമെൻറ്റം പോയിൻ്റ് ചെയ്താലും എൽസെറ്റിൻ്റെ വാല്യൂ എന്ത് തന്നെ ആയിരിക്കും, മൈനസ് എച്ച് ക്രോസ് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, basically electron is going around an orbit so that angular momentum precessing around the z-axis in such a manner that the z component is h cross. Now there are three possible values of Lz. ഒന്ന് ഏതാണ്, മൈനസ് എച്ച് ക്രോസ്, മറ്റൊന്ന് സീറോ, മറ്റൊന്ന് എച്ച് ക്രോസ്. സോ ദ Lz component have certain fixed value. അപ്പോൾ നമുക്ക് മനസ്സിലായി Lzന് certain fixed values മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, പോസിബിൾ ആയിട്ടുള്ളൂ. Lz component have certain fixed value for a particular conic section. ഓക്കെ, ഓരോ കോണിക് സെക്ഷനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ വാല്യൂസ് ഉണ്ടാകും. സോ ദാറ്റ് 3 conical section which put restriction on to the direction of angular momentum of electron. പി ഓർബിറ്റലിൻ്റെ കേസിൽ 3 കോണിക്കൽ സെക്ഷൻ, ഇങ്ങനൊരു കോണ്, ശേഷം താഴേക്കൊരു കോണ്, ദെൻ ഈ ഡയറക്ഷൻ, ഈ ഒരു സർക്കിൾ. ഓക്കെ, 3 വാല്യൂസ് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. അല്ലാത്ത കോണിക്കൽ സെക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യില്ല, കിട്ടില്ല. സോ ദ ഇലക്ട്രോൺ ഓർബിറ്റ് ഫോർ ദ പി ഓർബിറ്റൽ ഈസ് റെസ്ട്രിക്റ്റഡ് ടു ദീസ് 3 ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് Lz, ദാറ്റ് ഈസ് മൈനസ് എച്ച് ക്രോസ്, സീറോ ആൻഡ് എച്ച് ക്രോസ്. ഓക്കെ, ഈ കാര്യത്തിനാണ് നമ്മൾ പറയുക ക്വാണ്ടൈസേഷൻ ഓഫ് ഡയറക്ഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. അതല്ലെങ്കിൽ ഒറ്റവാക്കിൽ പറയുന്ന മറ്റൊരു പേരാണ് സ്പേസ് ക്വാണ്ടൈസേഷൻ. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ്റെ ക്വാണ്ടൈസേഷൻ നമ്മൾ പറയുന്ന പേരാണ് സ്പേസ് ക്വാണ്ടൈസേഷൻ. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് പി ഓർബിറ്റൽ യു ഹാവ് മൈനസ് എച്ച് ക്രോസ്, സീറോ, എച്ച് ക്രോസ്. ഇൻ ദ കേസ് ഓഫ് ഓർബിറ്റൽ ഡി ഓർബിറ്റൽ, പി ഓർബിറ്റൽ നമുക്ക് 3 വാല്യൂ കിട്ടിയത്, ഡി ഓർബിറ്റലാണെങ്കിൽ നമുക്ക് ഇതുപോലെ 5 വാല്യൂസ് ഉണ്ടാവും. 5 ക്വാണ്ടൈസ്ഡ് സ്റ്റേറ്റ് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ എന്താണ്, പോസിബിൾ ആണ്. ഇൻ ദ കേസ് ഓഫ് എഫ് ഓർബിറ്റൽ മെനി മോർ വാല്യൂസ് നമുക്ക് എന്തായിരിക്കും, പോസിബിൾ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് സ്പിൻ ആംഗുലാർ മൊമെൻറ്റം ആണ്. ദ ഇലക്ട്രോൺ apart from revolving around the nucleus, it is also spinning on its own axis in the same way that the earth is revolving around the sun is also spinning its own axis. അതായത് സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നത് പോലെ, ഭൂമി കറങ്ങുക എന്ന് പറഞ്ഞാൽ റെവല്യൂഷനിലെ ഉദ്ദേശിച്ചത്, റെവല്യൂഷൻ അപ്പാർട്ടായിട്ട് എന്തുണ്ട്, ഇറ്റ്സ് ഓൺ ആക്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, കറങ്ങുന്നുണ്ട്. അതിനാണ് നമ്മൾ സ്പിൻ എന്ന് പറയാം. അതുപോലെ ഇലക്ട്രോണിന് എന്തുണ്ട്, ഒരു സ്പിന്നുണ്ട്. ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്ന റെവല്യൂഷൻ മാത്രമല്ല, അതിനൊരു റൊട്ടേഷനും കൂടെ ഉണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോൾ ഈ റൊട്ടേഷൻ ഉണ്ട് എന്ന് പറയുന്നത് ഒരു അനാലജി എടുത്തിട്ടാണ്, നമ്മുടെ പ്ലാനറ്ററി മോഷൻ്റെ അനാലജി എടുത്തിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ
However, this kind of analogy not entirely necessarily correct. ഈ അനാലജി ഒരിക്കലും എന്തല്ല നെസസറിലി കറക്റ്റ് അല്ല. ബിക്കോസ് ഇലക്ട്രോൺ ഈസ് എ ക്വാണ്ടം പാർട്ടിക്കിൾ. ഇലക്ട്രോൺ എന്താണ്? ഒരു ക്വാണ്ടം പാർട്ടിക്കിളാണ്. ഒരിക്കലും ഭൂമിയെ പോലുള്ള ഒരു ക്ലാസിക്കൽ പാർട്ടിക്കിൾ അല്ല. ഇലക്ട്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോയിന്റ് മാസ് പാർട്ടിക്കിളാണ്. സോ അത് സ്പിൻ ചെയ്യാണോ എങ്ങനെയാണെന്നുള്ളതൊന്നും നമുക്കറിയില്ല. ആക്ച്വലി എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഭൂമി കറങ്ങുന്ന പോലെ ഒരു സ്പിന്നുണ്ട്. ഇലക്ട്രോൺ ആണെങ്കിൽ 2 സ്പിൻ ഉണ്ടാവും. ഒന്ന് പ്ലസ് ഹാഫ് എച്ച് ക്രോസും ഒന്ന് മൈനസ് ഹാഫ് എച്ച് ക്രോസ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അതൊരിക്കലും അങ്ങനെയല്ല. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയില്ല. ഓക്കെ, അത് നമുക്ക് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല. നമ്മുടെ ഇപ്പോൾ ഉള്ള എന്താ പറയുക, ടോണി സ്റ്റാർക്കിനോട് പറഞ്ഞ പോലെ ഐ ആം ലിമിറ്റഡ് ബൈ ദ ടെക്നോളജി ഓഫ് ദിസ് ജനറേഷൻ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ നമുക്കിപ്പോൾ പോസിബിൾ ആയിട്ടുള്ള ടെക്നോളജിക്കൽ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ആ ഇലക്ട്രോണിൻ്റെ സ്പിൻ എങ്ങനെയാണെന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമുക്ക് ഇത്രേ പറയാൻ പറ്റുള്ളൂ. തിയററ്റിക്കലി നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഷോർട്ടിജറിക്കേഷനൊക്കെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ളത്, എന്തോ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അത് അസോസിയേറ്റ് ചെയ്തിട്ടൊരു ക്വാണ്ടം നമ്പർ ഉണ്ട്. ആ ക്വാണ്ടം നമ്പറിനെ ഞാൻ എന്ത് വിളിച്ചു? സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് വിളിച്ചു. ആ പ്രോപ്പർട്ടിയെ ഞാൻ എന്ത് വിളിച്ചു? സ്പിൻ ആംഗുലാർ മൊമെൻ്റ് എന്ന് വിളിച്ചു. അപ്പോൾ ആക്ച്വലി ഈ സ്പിൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഭൂമി കറങ്ങുന്ന പോലെ റൊട്ടേറ്റ് ചെയ്യുകയാണെന്ന് നമ്മൾ പറയരുത്. അത് നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ള ഒരു അനാലജി മാത്രമാണ്. അതൊരിക്കലും എന്തല്ല, എൻറ്റയർലി കറക്റ്റ് അല്ല. നമ്മുടെ ഒരു സേക്ക് ഓഫ് കോൺവെർസേഷന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഒരു താരതമ്യ പഠനത്തിന് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ള ഒരു എക്സാമ്പിൾ മാത്രമാണത്. ഓക്കെ, അപ്പോൾ എന്താണ് അവിടെ പ്യുവർലി നടക്കുന്നത് എന്നുള്ളത് ഒരു ഫിസിക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും ഭൂമിയുടെ റൊട്ടേഷൻ പോലെയാണ് ഇലക്ട്രോണിൻ്റെ റൊട്ടേഷൻ, അങ്ങനെയാണ് അതിന് സ്പിന്ന് കിട്ടുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പറയാൻ കഴിയില്ല. ഓക്കെ, നമുക്ക് ഇത്ര മാത്രമേ പറയാൻ പറ്റുള്ളൂ. വാട്ട് ഈസ് ട്രൂ ഈസ് ദ ഇലക്ട്രോൺ ഹാസ് ആംഗുലാർ മൊമെൻറ്റം അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്സ് സ്പിൻ. ആ സ്പിന്ന് എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടിക്ക് ഒരു പേര് കൊടുത്തു. ഓക്കെ, അപ്പോൾ സ്പിന്നുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് എന്തുണ്ട്, ഒരു ആംഗുലാർ മൊമെൻ്റ് ഉണ്ട്. ആ ആംഗുലാർ മൊമെൻറ്റത്തിന് നമ്മൾ എന്ത് പറയുന്നു? സ്പിൻ ആംഗുലാർ മൊമെൻ്റ് എന്ന് പറയുന്നു. അപ്പോൾ സ്പിൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു റൊട്ടേഷൻ ആണെന്ന് വിചാരിക്കരുത്. അത് എന്തോ ഒരു പ്രോപ്പർട്ടിയാണ്. അതിൻ്റെ നേച്ചർ എന്താണെന്നുള്ളത് ഇപ്പോൾ നമുക്കറിയില്ല. നമ്മളതിനെ സ്പിൻ എന്ന് വിളിച്ചു. നമ്മളെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? എർത്തിൻ്റെ റൊട്ടേഷൻ പോലെ ഇലക്ട്രോൺ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. ഓക്കെ, ദ സ്പിൻ ആംഗുലാർ മൊമെൻറ്റം ഓൾസോ എന്താണ്? ക്വാണ്ടൈസ്ഡ് ആണ്. സ്പിൻ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷനും ക്വാണ്ടൈസ്ഡ് ആണ്. സ്പിൻ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡും ക്വാണ്ടൈസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഒരു സ്പിന്നുണ്ട്. സ്പിൻ എന്താണെന്ന് നമുക്കറിയില്ല. നമ്മളിപ്പോൾ നമ്മൾ ഫോർ ദ സേക്ക് ഓഫ് കൺവീനിയൻസ് അല്ലെങ്കിൽ ഫോർ ദ സേക്ക് ഓഫ് വിഷ്വലൈസേഷൻ നമ്മൾ എന്ത് പറഞ്ഞു? എർത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള ഒരു റൊട്ടേഷൻ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്പിന്നിൻ്റെ മാഗ്നിറ്റ്യൂഡ് പറയാണ്. മാഗ്നിറ്റ്യൂഡ് എസ് ഇസ് ഈക്വൽ ടു അണ്ടർ റൂട്ട്, മാഗ്നിറ്റ്യൂഡ് എസ് ഇസ് ഈക്വൽ ടു അണ്ടർ റൂട്ട് സ്മോൾ എസ് ഇൻറ്റു സ്മോൾ എസ് പ്ലസ് 1 ഇൻറ്റു എച്ച് ക്രോസ്. അണ്ടർ റൂട്ട് സ്മോൾ എസ് ഇൻറ്റു സ്മോൾ എസ് പ്ലസ് 1 ഇൻറ്റു എച്ച് ക്രോസ്. ഇതാണ് സ്പിന്നിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, ഈ വാല്യൂസ് മാത്രമേ എന്തുള്ളൂ? സ്പിൻ ആംഗുലാർ മൊമെൻറ്റത്തിന് പോസിബിൾ ആയിട്ടുള്ളൂ. ഇപ്പോൾ സ്പിൻ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് തരുന്ന ഇക്വേഷനാണിത്. ഓക്കെ, ഇതിന് ഇക്വേഷൻ ഓഫ് മൾട്ടിപ്ലിസിറ്റി എന്നൊക്കെ പറയും. സ്പിൻ ഡൈനാമിക്സ് നിങ്ങൾ ശരിക്കും പഠിക്കുന്നത് ലാസ്റ്റ് ചാപ്റ്ററിലാണ്, നമ്മുടെ സെമിനാർ തന്ന ചാപ്റ്ററിലാണ്. ഓക്കെ, അപ്പോൾ ഈ സ്മോൾ എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്വാണ്ടം നമ്പറാണ്. ഈ എസ് സ്പിൻ ആംഗുലാർ മൊമെൻ്റ് ആണ്. ഈ സ്മോൾ എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാണ്ടം നമ്പറാണ്. ഈ ക്വാണ്ടം നമ്പറിനെ നമ്മൾ സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറയും. സ്പിൻ ക്വാണ്ടം നമ്പറിന് ആകെ ഒരു വാല്യൂ ഉള്ളൂ, അതെന്താണ്? ഹാഫാണ്. ഓക്കെ, അപ്പോൾ സ്പിൻ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ ഹാഫാണ്. അപ്പോൾ സോ ദ ക്വാണ്ടം നമ്പർ has only one value, therefore the spin angular momentum of electron has only one value. അപ്പോൾ ഇലക്ട്രോണിൻ്റെ സ്പിന്ന് എന്ത് മാത്രമായിരിക്കും? ഹാഫ് മാത്രമായിരിക്കും. അതായത് ഇലക്ട്രോണിൻ്റെ സ്പിന്നിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? ഹാഫാണ്. അതുകൊണ്ടാണ് നമ്മളെ ഇലക്ട്രോണിനെ സ്പിൻ ഹാഫ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോറി ഇലക്ട്രോൺ സ്പിൻ ഹാഫ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് അതുകൊണ്ടല്ല. ഇലക്ട്രോണിൻ്റെ സ്പിൻ ആംഗുലാർ മൊമെൻറ്റം ക്യാപിറ്റൽ എസിൻ്റെ വാല്യൂ അണ്ടർ റൂട്ട് സ്മോൾ എസ് ഇൻറ്റു സ്മോൾ എസ് പ്ലസ് 1 ഇൻറ്റു എച്ച് ക്രോസ്. സ്മോൾ എസിൻ്റെ വാല്യൂ, അതായത് സ്പിൻ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ എന്താണ്? ഹാഫാണ്. സ്പിൻ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ ഹാഫാണ്. ശരിക്കും ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ സ്പിൻ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ എന്തായിരിക്കും? അണ്ടർ റൂട്ട് സ്പിൻ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? അണ്ടർ റൂട്ട് ഹാഫ് ഇൻറ്റു ഹാഫ് പ്ലസ് 1 എച്ച് ക്രോസ്. അതായത് ഹാഫ് പ്ലസ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
√3/2 √3/2 ഇൻറ്റു 1/2 പറഞ്ഞാൽ √3/4 അതായത് √3/2. ഓക്കെ, അപ്പോൾ സ്പിൻ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും √3/2 h ക്രോസ് ആയിരിക്കും. അപ്പോൾ സ്പിൻ ക്വാണ്ടം നമ്പർ ഒറ്റൊന്നേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ സ്പിന്നിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒറ്റൊന്നേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ഫോർ എസ് സ്മോൾ എസ് ഈക്വൽ ടു ഹാഫ് സ്പിൻ ആംഗുലാർ മൊമെൻറ്റം magnitude of spin angular momentum equal to √3/2 h cross. As you can see, the electron, whether they are in bound state or whether they are in inside the atom or whether they are free, it always have intrinsic property known as spin angular momentum. ഒരു ഇലക്ട്രോൺ ബൗണ്ട് സ്റ്റേറ്റിലാണെങ്കിലും ഒരു ഇലക്ട്രോൺ ഫ്രീ ആയിട്ടാണെങ്കിലും ഒരു ഇലക്ട്രോൺ ആറ്റത്തിൻ്റെ ഉള്ളിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഇലക്ട്രോൺ ഒരു ഇൻട്രിൻസിക് പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടിനെ നമ്മൾ എന്ത് പറയും? സ്പിൻ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയും. ഇത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ദിസ് സ്പിൻ ആംഗുലാർ മൊമെൻറ്റം ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്സ് എക്സിസ്റ്റൻസ്. അതിൻ്റെ നിലനിൽപ്പിന് അങ്ങനെ ഒരു ആംഗുലാർ മൊമെൻറ്റം എന്താണ് ആവശ്യമാണ്. അതിന് നമ്മൾ സ്പിൻ ആംഗുലാർ മൊമെൻറ്റം എന്ന് പേരിട്ട് വിളിച്ചു. അത് ഭൂമിയെപ്പോലെ അങ്ങോട്ട് ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുന്നു, ഇങ്ങോട്ട് ആൻറ്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പറയാൻ കഴിയില്ല. ക്വാണ്ടം മെക്കാനിക്കൽ പാർട്ടിക്കിളാണ്, വിഷ്വലൈസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യില്ല, സാധ്യമല്ല. ഒരു അനാലജിക്ക് വേണ്ടി നമ്മൾ അങ്ങനെ പറയുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ സ്പിൻ ആംഗുലാർ മൊമെൻറ്റം ഓൾവേസ് എന്തായിരിക്കും? √3/2 h ക്രോസ് ആയിരിക്കും. ഓക്കെ, ഇനി സ്പിൻ ഓഫ് പാർട്ടിക്കിൾ എന്താണ് പറയുന്നത് നമുക്ക് മനസ്സിലാവും. അത് ഡയറക്ഷൻ ഓഫ് സ്പിൻ ആംഗുലാർ മൊമെൻറ്റം പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അത് മനസ്സിലാവും. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് എന്താണ്? ഒറ്റ മാഗ്നിറ്റ്യൂഡേ ഉള്ളൂ സ്പിന്നിന്. അതെന്താണ്? √3/2 h ക്രോസ് ആണ്. ഇനി നമുക്ക് സ്പിൻ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. ഓക്കെ, വാട്ട് അബൌട്ട് ദ ഡയറക്ഷൻ ഓഫ് സ്പിൻ ആംഗുലാർ മൊമെൻറ്റം? So we can look at this by looking z component of this particular spin angular momentum, and to do that we have a relation Sz equal to ms h cross. ശരിക്കും ശ്രദ്ധിക്കട്ടോ, നമുക്ക് സ്പിൻ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഈ ഫിഗർ കുറച്ച് കഴിഞ്ഞിട്ട് ആവശ്യമുള്ള ഫിഗറാണ്. സ്പിൻ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് ക്വാണ്ടൈസ്ഡ് ആയിട്ടുള്ളതെന്ന് പറയണം. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു റിലേഷനാണ് Sz ഈക്വൽ ടു ms h ക്രോസ്. ഇനി ഞാൻ മുമ്പത്തെ പോലെ കോണിക്കൽ സെക്ഷൻ ഒന്നും എന്ത് ചെയ്യുന്നില്ല, വരക്കുന്നില്ല. എസ് സ്പിൻ ആംഗുലാർ മൊമെൻ്റ് ആണെങ്കിൽ എസ് സെഡ് എന്ന് പറഞ്ഞാൽ സെഡ് കമ്പോണൻറ്റ് ഓഫ് സ്പിൻ ആംഗുലാർ മൊമെൻറ്റം. നേരത്തെ നമ്മൾ എൽ സെഡ് പറഞ്ഞു, സെഡ് കമ്പോണൻറ്റ് ഓഫ് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം. അതുപോലെ എസ് സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സെഡ് കമ്പോണൻറ്റ് ഓഫ് സ്പിൻ ആംഗുലാർ മൊമെൻറ്റം. അതിന് നമുക്ക് കിട്ടിയിട്ടുള്ള റിലേഷൻ എന്തായിരിക്കും? ms h ക്രോസ് ആയിരിക്കും. ആക്ച്വലി നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ക്ലാസ്സിൽ എൽ സെഡിന് വേണ്ടി മാത്രമേ നമ്മൾ പ്രൂഫ് നടത്തുള്ളൂ. ബാക്കി ഈ ഒരു കാര്യം ബാക്കിയുള്ള എല്ലാവരും ഒബേ ചെയ്യുന്നുണ്ട്. എൽ സെഡിന് എന്താണ് നമുക്ക് പറഞ്ഞു, എൽ സെഡിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്തിരുന്നു, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു എൽ സെഡ് ഈക്വൽ ടു ml h ക്രോസ്. എൽ സെഡ് ഈക്വൽ ടു ml h ക്രോസ്. ml എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ക്വാണ്ടം നമ്പറാണ്. അതിൻ്റെ വാല്യൂ -L to +L ആണ്. അപ്പോൾ അതേ ഒരു ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്പിൻ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ സെഡ് കമ്പോണൻറ്റിൻ്റെ വാല്യൂ എന്ത് തന്നെ ആയിരിക്കും? ms h ക്രോസ് ആയിരിക്കും. നേരത്തെ നമ്മൾ ml h ക്രോസ് എന്ന് പറഞ്ഞു, ഇവിടെ നമ്മൾ എന്ത് പറയുന്നു? ms h ക്രോസ് എന്ന് പറയുന്നു. ഇനി ms എന്ന് പറയുന്ന ക്വാണ്ടം നമ്പറിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് +or- ആണ്. ന്റെ വാല്യൂ എന്താണ്? ന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് എന്താണ്? +or- s ആണ്. സ്മോൾ എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പിൻ ആംഗുലാർ മൊമെൻറ്റം. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ms ഈക്വൽ ടു എസിൻ്റെ വാല്യൂ ഞാൻ പറഞ്ഞു, എസിൻ്റെ ഒറ്റ വാല്യൂ ഉള്ളൂ, അതെന്താണ്? ഹാഫ് ആണ്. അപ്പോൾ ന്റെ വാല്യൂ എന്താണ്? +or- അപ്പോൾ ന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂ ഒന്നുകിൽ +½ അതല്ലെങ്കിൽ -½ അങ്ങനെയാണെങ്കിൽ എസ് സെഡിൻ്റെ വാല്യൂ എന്താണ്? എസ് സെഡിൻ്റെ വാല്യൂ ഒന്നുകിൽ h×2 അതല്ലെങ്കിൽ എസ് സെഡിൻ്റെ വാല്യൂ -h×2. ഇതുകൊണ്ടാണ് നമ്മൾ ഇലക്ട്രോൺ സ്പിൻ ഹാഫ് പാർട്ടിക്കിളാണ്, ഇലക്ട്രോണിൻ്റെ സ്പിന്ന് ഹാഫ് h× ആണ് എന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ട്രോൺ സ്പിൻ ഹാഫ് പാർട്ടിക്കിളാണ്, ഒന്നുകിൽ ½ അല്ലെങ്കിൽ -h×2. ഈ രണ്ട് സ്റ്റേറ്റിലെ ഇലക്ട്രോൺ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ് കിട്ടുന്നതിൻ്റെ സ്പിന്നോണ്ടാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളും ഒക്കെ നമ്മൾ അതിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, ഫെർമിയോൺസ് ആയതുകൊണ്ടാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ഫിഗർ പ്രകാരം നമുക്ക് മുമ്പ് വരച്ച അതേ ഫിഗർ അത് പ്രകാരം നമുക്ക് പറയാൻ പറ്റും. ഒന്നുകിൽ സ്പിന്ന് ഈ ഡയറക്ഷനിൽ, അതായത് സ്പിന്ന് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ സ്പിന്ന്
ആംഗുലാർ മൊമെൻറ്റം, സ്പിന്നിൻ്റെ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ പോയിൻ്റ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിൽ. അങ്ങനെയാണെങ്കിൽ എസ് സെഡിൻ്റെ വാല്യൂ h×2. അതല്ലെങ്കിൽ നേരെ താഴേക്ക്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ z കമ്പോണൻറ്റ്, സ്പിന്നിൻ്റെ z കമ്പോണൻറ്റിൻ്റെ വാല്യൂ -h×2. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ഡയറക്ഷനിൽ മാത്രമല്ല, ഈ ഒരു കോണിക് സെക്ഷൻ്റെ ഈ ഒരു എഡ്ജിലേക്ക് എങ്ങനെ ആംഗുലാർ മൊമെൻറ്റം പോയിൻ്റ് ചെയ്താലും എസ് സെഡിൻ്റെ വാല്യൂ എന്ത് തന്നെ ആയിരിക്കും? h×2 തന്നെ ആയിരിക്കും. താഴേക്ക് ഈ ആംഗുലാർ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ ആ ഒരു ഡയറക്ഷൻ മാത്രമല്ല, ഈ ഒരു കോണിക് സെക്ഷൻ്റെ ഏത് എഡ്ജിലേക്ക് ആംഗുലാർ മൊമെൻറ്റം പോയിൻ്റ് ചെയ്താലും എസ് സെഡിൻ്റെ വാല്യൂ എന്തായിരിക്കും? -h×2 ആയിരിക്കും. അപ്പോൾ എസ് സെഡിൻ്റെ വാല്യൂ h×2 ആയിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുന്ന സമയത്ത് തന്നെ ആംഗുലാർ മൊമെൻറ്റം എന്ത് ചെയ്യാം? ആ ഒരു കോണിക് സെക്ഷൻ്റെ ഡിഫറെൻറ്റ് എഡ്ജിലേക്ക് എന്ത് ചെയ്യാം? പോയിൻ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡും ക്വാണ്ടൈസ്ഡ് ആണ്, ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ ക്വാണ്ടൈസ്ഡ് ആണ്. അതുപോലെ സ്പിൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ആ സ്പിൻ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് ക്വാണ്ടൈസ്ഡ് ആണ്. അതുപോലെ തന്നെ സ്പിൻ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷനും എന്താണ്? ക്വാണ്ടൈസ്ഡ് ആണ്. ഇനി തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, അവിടെ നിൽക്കട്ടെ, നമ്മളിപ്പോൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? ഒന്ന് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം. ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മാഗ്നിറ്റ്യൂഡ് എന്താണ്? √L × L+1 × h×. ഇനി ഡയറക്ഷൻ നമ്മൾ പറയൽ ഈ ഒരു റിലേഷൻ കൊണ്ടാണ്, LZ = ml/h×. മറ്റൊന്ന് നമ്മുടെ കയ്യിൽ ആരുണ്ട്? സ്പിൻ ആംഗുലാർ മൊമെൻ്റ് ഉണ്ട്. സ്പിൻ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് √(s)(s+1) × h×, where s = സ്പിൻ ക്വാണ്ടം നമ്പർ. ഓക്കെ, സ്പിൻ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ എന്തായിരിക്കും? സ്പിൻ ക്വാണ്ടം നമ്പറിന് ആകെ ഒറ്റ വാല്യൂ ഉള്ളൂ, അതെന്താണ്? ഹാഫാണ്. സ്പിൻ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ ഹാഫാണ്. അതുകൊണ്ട് തന്നെ സ്പിൻ ആംഗുലാർ മൊമെൻറ്റത്തിന് ഒറ്റ വാല്യൂ ഉള്ളൂ, അതെന്തായിരിക്കും? √3/2 h× ആയിരിക്കും. ഇനി എസ് സെഡിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഹാഫ് h×ഉം -half h× ആയിരിക്കും. ഇനി നമുക്ക് അതിൽ നിന്ന് കിട്ടി എസ് സെഡിൻ്റെ വാല്യൂ, അതായത് z കമ്പോണൻറ്റ് ഓഫ് സ്പിൻ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ms/h× ആണ്. അതിൻ്റെ വാല്യൂസ് ഒന്നുകിൽ ഹാഫ് h×, അതല്ലെങ്കിൽ -half h×. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. ഇനി ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു, ആംഗുലാർ മൊമെൻറ്റം എന്ന് പറഞ്ഞിട്ടുള്ളത് എക്സ്റ്റേണൽ ടോർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ കേസിലൊക്കെ എന്താണ്? കൺസേർവ്ഡ് ആണ് എന്ന് പറയുന്നു. കൺസേർവ്ഡ് ആണെന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗുലാർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണ്. അതായത് ആംഗുലാർ മൊമെൻറ്റം എന്താണ് ഈ കേസിൽ? അതായത് ആറ്റോമിക് കേസിൽ ഇലക്ട്രോൺ ഒരു ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന കേസിൽ ആംഗുലാർ മൊമെൻറ്റം എന്താണ്? കൺസേർവ്ഡ് ആണ്. പക്ഷേ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ അങ്ങനെ കൺസേർവ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സ്പിൻ ആംഗുലാർ മൊമെൻറ്റവും ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റവും എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കൺസേർവ് ആയിക്കൊള്ളണം എന്നൊരു നിർബന്ധമില്ല. ഓക്കെ, ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് spin and orbital angular momenta are not necessarily conserved quantities separately, but rather the conserved quantity of any kind of an electron system is the total angular momentum of the system. Okay, അപ്പോൾ ടോട്ടൽ ആംഗുലാർ മൊമെൻ്റ് ആണ് എപ്പോഴും എന്തായിരിക്കുക? കൺസേർവ്ഡ് ആയിരിക്കുക. ഈ സ്പിൻ ആംഗുലാർ മൊമെൻറ്റവും ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റവും സെപ്പറേറ്റ് ആയിട്ട് കൺസേർവ്ഡ് ആയിക്കോളണമെന്ന് ഒരു നിർബന്ധമില്ല, നോട്ട് നെസസറിലി. ഓക്കെ, അപ്പോൾ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ഇനി നമുക്ക് ഡിഫൈൻ ചെയ്യാണ്ട്. ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? വെക്റ്റർ സം ഓഫ് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം പ്ലസ് സ്പിൻ ആംഗുലാർ മൊമെൻ്റ് ആയിരിക്കും. ഓക്കെ, വെക്റ്റർ സം ഓഫ് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റത്തെയും അതുപോലെ സ്പിൻ ആംഗുലാർ മൊമെൻറ്റത്തെയും നമ്മൾ പറയുന്ന പേരാണ് ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം. ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റത്തെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക ജെ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. ഞാൻ പറഞ്ഞു ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് ക്വാണ്ടൈസ്ഡ് ആയിരുന്നു, ഡയറക്ഷൻ ക്വാണ്ടൈസ്ഡ് ആയിരുന്നു. സ്പിൻ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് ക്വാണ്ടൈസ്ഡ് ആയിരുന്നു, ഡയറക്ഷൻ ക്വാണ്ടൈസ്ഡ് ആയിരുന്നു. അതുപോലെ എന്തായിരിക്കും? ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ജെയുടെ മാഗ്നിറ്റ്യൂഡും ക്വാണ്ടൈസ്ഡ് ആയിരിക്കും, ജെയുടെ ഡയറക്ഷനും ക്വാണ്ടൈസ്ഡ് ആയിരിക്കും. അപ്പോൾ റിലേഷനാണ് പറയാൻ പോകുന്നത്. ജെയുടെ മാഗ്നിറ്റ്യൂഡ് വരുന്നത് ഈ ഒരു റിലേഷനാണ്, ജെ = √(small j) × j+1 h×. മുന്നേ പറഞ്ഞ അതേ റിലേഷൻ തന്നെ, ഒരു മാറ്റമില്ല. √L × L+1 h× എന്ന് പറഞ്ഞ പോലെ തന്നെ √J × J+1 × h×. കാരണം അതൊക്കെ ആംഗുലാർ മൊമെൻ്റ് ആണ്. ഒന്ന് ഓർബിറ്റലാണ്, ഒന്ന് സ്പിന്നാണ്, ഒന്ന് ടോട്ടലാണ്. പക്ഷേ
ഫൈനലി അതെന്താണ്, ആംഗുലാർ മൊമെൻ്റ് ആണ്. അതുകൊണ്ട് അവർ കീപ്പ് ചെയ്യുന്ന റിലേഷൻസ് ഒക്കെ എന്തായിരിക്കും, സിമിലാരിറ്റീസ് ഉണ്ടാവും. ഓക്കെ, ഇനി ജെ എന്ന് പറയുന്ന ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ ഇങ്ങനെയാണ് വരുന്നത്, എൽ പ്ലസ് എസ് ടു മോഡുലസ് എൽ മൈനസ് എസ്. എൽ പ്ലസ് എസ് എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് മോഡുലസ് എടുക്കണമെന്നില്ല. എൽ മൈനസ് എസ് ചിലപ്പോൾ നെഗറ്റീവ് ആവാം, പക്ഷേ നമ്മൾ എന്താ എടുക്കേണ്ടത്, അതിൻ്റെ മോഡുലസ് വാല്യൂ ആണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും സ്മോൾ ജെൻ്റെ വാല്യൂ എവിടുന്ന് തുടങ്ങിയിട്ട് എൽ പ്ലസ് എസ് ടു മോഡുലസ് എൽ മൈനസ് വരെയാണ്. അപ്പോൾ എസിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും, ഹാഫ് ആയിരിക്കും. എല്ലിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യും. എസിൻ്റെ വാല്യൂ സ്മോൾ എസ് എന്ന് പറയുന്ന സ്പിൻ ക്വാണ്ടം നമ്പർ എപ്പോഴും എന്തായിരിക്കും, ഹാഫ് ആയിരിക്കും. അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടും എൽ പ്ലസ് ഹാഫ് ടു മോഡുലസ് എൽ മൈനസ് ഹാഫ്. എൽ പ്ലസ് ഹാഫ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, അതുകൊണ്ട് ഞാൻ മോഡുലസ് എടുക്കുന്നില്ല. എൽ മൈനസ് ഹാഫ് ചിലപ്പോൾ നെഗറ്റീവ് ആവാം. അപ്പോൾ നമുക്ക് എന്തെടുക്കാം, മോഡുലസ് എടുക്കണം. ഓക്കെ, ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ പി ഓർബിറ്റിൽ എടുക്കുക. പി ഓർബിറ്റിൽ എടുക്കുകയാണെങ്കിൽ എല്ലിൻ്റെ വാല്യൂ എന്താണ്, എല്ലിൻ്റെ വാല്യൂ 1 ആണ്. എസിൻ്റെ വാല്യൂ എന്താണ്, എസിൻ്റെ വാല്യൂ എപ്പോഴും എന്താണ്, ഹാഫാണ്. ഓക്കെ, അപ്പോൾ ജെയുടെ വാല്യൂ എന്തായിരിക്കും, സ്മോൾ ജെയുടെ വാല്യൂ എങ്ങനെയാണ് വേരി ചെയ്യുന്നത്, എൽ പ്ലസ് ഹാഫ്, എൽ പ്ലസ് എസ്, എൽ എന്താണ് 1 ആണ്. 1 പ്ലസ് ഹാഫ് ടു 1 മൈനസ് ഹാഫ്. 1 പ്ലസ് ഹാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, 3/2. 1 മൈനസ് ഹാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഹാഫ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ക്യാപിറ്റൽ ജെയുടെ മാഗ്നിറ്റ്യൂഡ് എന്താണ്, √J × J+1 ആണ്. അപ്പോൾ √J യുടെ വാല്യൂ ഒന്ന് 3/2 × 3/2 + 1 × h ക്രോസ്. അതല്ലെങ്കിൽ ജെക്ക് പോസിബിൾ ആയിട്ടുള്ള അടുത്ത വാല്യൂ എന്താണ്, √12 × 1/2 + 1 h ക്രോസ്. അതായത് √15/2 h ക്രോസ് ഓർ √3/2 h ക്രോസ്. അപ്പോൾ ഇതായിരിക്കും ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ആരുടെ കേസിൽ, L 1 ആവുന്ന കേസിൽ, പി ഓർബിറ്റലിൻ്റെ കേസിൽ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് √15/2 h ക്രോസ്, അതല്ലെങ്കിൽ √3/2 h ക്രോസ്. ഓക്കെ, ഇനി ഡയറക്ഷനും എന്താണ്, കോണ്ടൈസ്ഡ് ആണ്. ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ, സ്പിൻ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ കോണ്ടൈസ്ഡ് ആണ്. ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ കോണ്ടൈസ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും വെക്റ്റർ സം ആണ് ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം. ജെ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തു. ഈ ജെയുടെ ഡയറക്ഷനും എന്തായിരിക്കും, കോണ്ടൈസ്ഡ് ആയിരിക്കും. ജെയുടെ കോണ്ടൈസേഷൻ നമുക്ക് പറഞ്ഞു തരുന്ന റിലേഷനാണ് JZ = MJ × H ക്രോസ്. MJ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ക്വാണ്ടം നമ്പറാണ്. MJയുടെ വാല്യൂ വേരി ചെയ്യുന്നത് -J to +J, -J then -J -1 അങ്ങനെ പോയിട്ട് 0 then പോയിട്ട് എവിടെ എത്തും, ജെയിൽ അവസാനിക്കും. ഓക്കെ, നമ്മൾ -L to L എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, വിത്ത് ദ ഡിഫറൻസ് ഓഫ് +or-1. അപ്പോൾ ഫസ്റ്റ് -J then -J -1 അങ്ങനെ പോയി 0ക്ക് എത്തും. then എവിടെ എത്തും, ലാസ്റ്റ് +Jക്ക് എത്തും. നമുക്കൊരു വീണ്ടും എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇപ്പോൾ സ്മോൾ ജെ ഈക്വൽ ടു ഹാഫ് ആണെന്ന് വിചാരിക്കാം. സ്മോൾ ജെ ഹാഫ് ആണെങ്കിൽ എം ജെയുടെ വാല്യൂ എന്തായിരിക്കും, എം ജെയുടെ വാല്യൂ വേരി ചെയ്യുന്നത് -J to +J ആണ്. അപ്പം -½ പിന്നെ -½ + 1. -½ + 1 എന്ന് പറഞ്ഞാൽ എന്താണ്, 1 - ½ അതായത് ഹാഫ്. അപ്പോൾ എം ജെയുടെ വാല്യൂ +½ അപ്പോൾ എം ജെക്ക് ജെ ഹാഫ് ആണെങ്കിൽ എം ജെക്ക് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് എന്തൊക്കെയായിരിക്കും, -½ +½ ഇനി വേറൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. സ്മോൾ ജെ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ സ്മോൾ ജെ 3/2 ആണെന്ന് വിചാരിക്കാം. 3/2 ആണ് എന്നുണ്ടെങ്കിൽ എം ജെയുടെ പോസിബിൾ വാല്യൂസ് എന്തൊക്കെയായിരിക്കും, എച്ച് ക്രോസ് ഉണ്ട് കേട്ടോ, സോറി. എം ജെയുടെ പോസിബിൾ വാല്യൂസ് എന്തൊക്കെയായിരിക്കും, എം ജെയുടെ പോസിബിൾ വാല്യൂസ് ഒന്ന് -3/2 h ക്രോസ്, അടുത്തത് -3/2 + 1. -3/2 + 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്, -½ ആണ്, -½ h ക്രോസ്. അടുത്തത് -½ + 1. -½ + 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്, ഹാഫ് ആണ്, ഹാഫ് h ക്രോസ്. ദെൻ ½ + 1 h ക്രോസ്, അതായത് 3/2 h ക്രോസ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എം ജെയുടെ വാല്യൂ -3/2 h ക്രോസ് ടു 3/2 h ക്രോസ് ആണ് വേരി ചെയ്തത് വിത്ത് എ ഡിഫറൻസ് ഓഫ് +or-1. ഓക്കെ, ഇനി ഇവിടെ ഒരു ഡയഗ്രാം ഉണ്ട്. നിങ്ങൾ ബുക്കിലൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക കാണാൻ പറ്റുന്നൊരു ഡയഗ്രാമാണ്. നോക്കി നോക്കൂ.
സ്പിൻ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ ഈ ഡയറക്ഷനിലാണ്. ഓക്കെ, ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ മാത്രമല്ല, ഈ കോണിക്കൽ സെക്ഷൻ്റെ ഏത് ഭാഗമായിട്ടും എന്ത് ചെയ്യാം, സ്പിന്ന് ഓറിയൻ്റ് ചെയ്യാം. അപ്പോഴൊക്കെ എന്തായിരിക്കും, SZ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ എല്ലിൻ്റെ വാല്യൂ എന്താണ്, എല്ലിൻ്റെ ഡയറക്ഷൻ ഈ ഡയറക്ഷനിലാണ്. പക്ഷേ LZ എപ്പോഴും എന്തായിരിക്കും, ഈ കോണിക്കൽ സെക്ഷൻ്റെ ഏത് ഭാഗത്തേക്ക് എല്ല് പോയിൻ്റ് ചെയ്താലും LZ എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നോക്കി L ഈ ഡയറക്ഷനിലാണ്, S ഈ ഡയറക്ഷനിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ട്രയാങ്കുലർ റോ ഓഫ് വെക്ടർ അഡീഷൻ വെച്ചിട്ട് ജെയുടെ മാഗ്നിറ്റ്യൂഡ് ജെയുടെ ഡയറക്ഷൻ ഈ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, വെക്ടർ സമ്മാണ് എടുക്കേണ്ടത്. ഒരു വെക്ടർ ഈ ഡയറക്ഷനിൽ, വേറൊരു വെക്ടർ ഈ ഡയറക്ഷനിൽ. അപ്പോൾ അതിൻ്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിലായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ റെഫറൻസ് ആക്സിസ് ആയിട്ടുള്ള Z ആക്സിസിൻ്റെ ഡയറക്ഷനിലായിരിക്കും. അങ്ങനെയാണ് ഈ ഒരു ഫിഗർ എന്ത് ചെയ്തിട്ടുള്ളത്, വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. കുറച്ചും കൂടെ ഒക്കെ ഡിസ്കഷൻ പോസിബിൾ ആണ്, പക്ഷേ ഇത്ര മതി നിങ്ങൾക്ക്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബുക്ക് നോക്കി വായിച്ചാൽ എന്ത് ചെയ്യും, കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യാണ്, ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ശ്രദ്ധിക്കുക, ഇനി വരും ക്ലാസ്സുകളിൽ ആംഗുലാർ മൊമെൻറ്റം ഇനിയും പറയാണ്ട്, വലിയ ചാപ്റ്ററാണ്, തീർന്നിട്ടൊന്നുമില്ല. ഓപ്പറേറ്റർ ആൾജിബ്ര വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ JZൻ്റെയും ജെയുടെയൊക്കെ ഐഗൺ വാല്യൂ കണ്ടെത്തണം. അതുപോലെ അഡീഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്ന ഒരു വലിയ ടോപ്പിക് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു കുറച്ചും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യും. ഒറ്റ മൊഡ്യൂൾ ബാക്കിയുണ്ട്, നമ്മളെന്ത് ചെയ്യും, തീർക്കും. അത് കൂടാതെ ഫസ്റ്റ് 2 മൊഡ്യൂളുകളിൽ നമ്മൾ ഏറെക്കുറെ എല്ലാം പറഞ്ഞതായിരുന്നു. അതിലൊരു മൊമെൻറ്റം സ്പേസിലേക്ക് അതുപോലെ തന്നെ പൊസിഷൻ സ്പേസിലേക്കൊക്കെ വേവ് ഫംഗ്ഷനെ കൺവേർട്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു ചെറിയ ഭാഗമുണ്ട്. അപ്പോൾ അത് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ആംഗുലാർ മൊമെൻറ്റം പറയുള്ളൂ. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സുകളിൽ അതായിരിക്കും. ശരിക്കും പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു ചാപ്റ്റർ സെമിനാറാണ്. ഇൻഷാ അല്ലാ കോളേജ് തുറക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സെമിനാർ എടുക്കും. ഇനി കോളേജ് തുറക്കുന്നില്ല, നേരെ എക്സാമുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഡൗട്ടുള്ളത് എന്ത് ചെയ്യുക, ചോദിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫിഫ്ത്തിൻ്റെ വാലുവേഷൻ ക്യാമ്പൊക്കെ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോളേജിലേക്ക് നിങ്ങൾ വരുന്നില്ലെങ്കിലും അവിടെ പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. മുന്നേ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ എക്സാമിൻ്റെ ഫീ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓഫീസിൽ നിന്ന് മാനേജ്മെൻറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ലോക്ക്ഡൗൺ തീരേണ്ട ഒരു ദിവസമാണ്, 17-ാം തീയതി ആണല്ലോ. ലോക്ക്ഡൗൺ മിക്കവാറും ഇതിൻ്റെ ഒരു 4ാം ഘട്ടം കൂടെ ഉണ്ടാവും, പക്ഷെ അത്രത്തോളം റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഏത് സമയത്തും എക്സാം വരാം. എക്സാമിൻ്റെ മുന്നേ കോളേജ് ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളത് സംശയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങളെപ്പോഴും എക്സാം അടുത്ത വീക്കിൽ എക്സാം ഉണ്ട് എന്നുള്ള ലെവലിൽ തന്നെ എന്ത് ചെയ്യുക, പഠിച്ച് പ്രിപ്പയർ ആയിട്ട് ഇരിക്കുക. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മളിപ്പോൾ നിങ്ങളുടെ നോട്ട്ബുക്കിലൊക്കെ ഒരുപാട് പേജസ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പുസ്തകങ്ങളും നിങ്ങളുടെ കയ്യിൽ PDF ആയിട്ടോ അല്ലാതെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, റെഫർ ചെയ്യുക. ഒരു ബുക്ക് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ വേറൊരു ബുക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഈ ഫിഗർ, ഇതൊക്കെ ഒരുപക്ഷെ നിങ്ങൾ ഡിഗ്രിക്ക് കേട്ടതായിരിക്കും, അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും. ഇത് ഞാൻ മനസ്സിലാക്കിയെടുക്കാൻ കുറേ സമയം എടുത്താണ്. കാരണം പല ബുക്കുകളും വായിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ സാധനം മനസ്സിലാവുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ഡയഗ്രാമൊക്കെ വളരെ കൺഫ്യൂസിങ് ആണ്. ഈ ഒരു ഡയഗ്രാം ഇത് ഇങ്ങനെയല്ല സാധാരണ ബുക്കിലുണ്ടാവില്ല. ഒരുപാട് സ്റ്റേറ്റുള്ള Fൻ്റെ അല്ലെങ്കിൽ Dയുടെ ഒക്കെ സ്റ്റേറ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ കുറേ ആരോ മാർക്ക് ഉണ്ടാവും, എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഈ കോണിക്കൽ സെക്ഷൻ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യില്ല, മനസ്സിലാവില്ല. അപ്പോൾ ഒരുപാട് ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അതൊന്ന് ധാരണ കിട്ടും. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, ഒരുപാട് പുസ്തകങ്ങൾ എന്ത് ചെയ്യുക, വായിക്കുക, കൃത്യമായിട്ട് റെഫർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. പിന്നെ ചിലപ്പം ചില ബുക്ക് വായിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. അത് നിങ്ങൾക്ക് മാത്രമല്ല മനസ്സിലാവാത്തത്, ആർക്കും എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാവുന്നില്ല. ആ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ ഒരു എസ്റ്റീം ലെവൽ താഴാതെ വേറൊരു ബുക്ക് എടുത്ത് വായിക്കുക. പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുക, അത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, എനിത്തിങ് എൽസ്?
അതുപോലെ നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങളുടെ സെമിനാർ ടോപ്പിക്കൊക്കെ മുന്നേ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1-2 ആൾക്കാർ സബ്മിറ്റ് ചെയ്യാത്തതുണ്ട്, അത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. സബ്മിറ്റ് ചെയ്ത കുറേ ആൾക്കാരുണ്ടായിരുന്നു. ആ സെമിനാർ ടോപ്പിക്ക് എന്ത് ചെയ്യുക, ആ റിപ്പോർട്ട് തയ്യാറാക്കിയവർ അത് പരസ്പരം എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, എന്നാൽ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും ആ ചാപ്റ്റർ. അപ്പോൾ റിപ്പോർട്ട് എന്ത് ചെയ്യുക, പരസ്പരം ഷെയർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നോട്ട്സൊക്കെ എഴുതിയെടുക്കുക, പഠിക്കുക. ഓക്കെ.